നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുരിയിലേക്ക് സ്വാഗതം. നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് നമുക്ക് മാത്രമല്ല, നമുക്കല്ല യഥാർത്ഥത്തിൽ ശുഭദിനം ആശംസിക്കേണ്ടത്. ഒട്ടനവധി കുട്ടികൾ, ലക്ഷോപലക്ഷം കുട്ടികളാണ് ഇന്ന് വീണ്ടും അക്ഷരമുറ്റത്തേക്ക് പോകുന്നത്, സ്കൂളുകളിലേക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം ആശംസിക്കുമ്പോൾ അത് ശരിയാണ്, കുട്ടികൾക്ക് മാത്രം പോരാ കേട്ടോ, അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വേണം ഈ ഒരു ആശംസ നൽകാൻ. കാരണം 2 ദിവസത്തെ അവധിയുടെ ആഘോഷങ്ങൾ എന്ന് കുട്ടികളുടെ ഭാഷയിൽ പറയും, കോലാഹലങ്ങളെന്നൊക്കെ മാതാപിതാക്കളുടെ ഭാഷയിൽ പറയും. പക്ഷേ എന്താണെങ്കിലും ആ 2 മാസം അടിച്ചു പൊളിച്ച ശേഷം അവർ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. ഇനി അടിച്ചു പൊളിയില്ല, അവിടെയാണ് അക്ഷരമുറ്റത്തേക്കാണ് ആദ്യമായി സ്കൂളിലെത്തുന്ന ഒട്ടേറെ കുട്ടികളുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൗതുകമുള്ള, ഏറ്റവും നിഷ്കളങ്കമായ ഒട്ടേറെ കാഴ്ചകൾ നമുക്കിന്ന് സ്കൂളുകളിൽ നിന്ന് കാണാൻ കഴിയും. നമുക്ക് അവിടേക്കൊക്കെ പോകണം. തത്സമയം തന്നെ ഇപ്പോൾ രാവിലെയൊന്നും അവിടെ കുട്ടികളുണ്ടാവില്ല, പക്ഷെ കുട്ടികൾ വരുന്ന സമയത്തേക്കും തന്നെ ജനം ടി വിയുടെ ക്യാമറ കണ്ണുകൾ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഉണ്ടാകും. പ്രവേശനോത്സവം ഇന്ന് സംസ്ഥാന തലത്തിലുണ്ട്. നമുക്കറിയാം, എപ്പോഴത്തെയും പോലെ കാലവർഷം ഒരല്പം പ്രശ്നമായിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച. പക്ഷേ ഇന്ന് മഴ മാറി നിൽക്കുകയാണ്. അതൊരു അതിശയമാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സാധാരണ അവരുടെ യൂണിഫോം ഒന്ന് നനയ്ക്കുക എന്ന് പറയുന്നത് മഴയുടെ ഒരു കുസൃതി കൂടിയാണ്. പക്ഷെ മഴ കുസൃതിയൊക്കെ മാറി ഒരല്പം സംഹാര സ്വഭാവമൊക്കെ കാണിച്ച കാലഘട്ടമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ പല സ്കൂളുകളിലുമുണ്ട്. ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച ഇടങ്ങളുണ്ട്. അവിടങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കുട്ടികളും ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെമ്പാടും സ്കൂളുകൾ ഇന്ന് ആരംഭിക്കുകയാണ് അധ്യയനം. അപ്പോൾ വിശദമായി തന്നെ നമുക്ക് നോക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കുട്ടിക്കൂട്ടം ഇന്ന് അക്ഷരമുറ്റത്തേക്ക്. സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ. ഇന്ന് സ്കൂളിലെത്തുക 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. ടർക്കിഷ് കമ്പനികൾക്കെതിരെ കൂടുതൽ നടപടിയുമായി എയർ ഇന്ത്യ. സിവിൽ വ്യോമയാന മേഖലയിലെ സാന്നിധ്യം ഒഴിവാക്കും. MRO സേവനങ്ങളിൽ ടർക്കിഷ് കമ്പനികൾക്ക് നൽകില്ല. നടപടികൾ തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന് ശേഷം. ഇതര ഭാഷാ തൊഴിലാളിയുടെ ഫോണിലെ പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ദുരൂഹ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതായി സംശയം. ഫോറൻസിക് പരിശോധനാ ഫലം കാത്ത പോലീസ്. മുഹമ്മദ് മുബാറക്കിന്റെ കേരള ബന്ധങ്ങളിലും അന്വേഷണം. നിലമ്പൂരിൽ അംഗം മുറുകുന്നു. 3 സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിക്കും. മത്സരം NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലെന്ന് PK കൃഷ്ണദാസ്. കാലവർഷത്തിന് നേരിയ ശമനം. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിഴിഞ്ഞത്തു നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് നിർമ്മാണം അവതാളത്തിൽ. 6 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന ആക്ഷേപം. IPL-ൽ പഞ്ചാബ് ഫൈനലിൽ. മുംബൈയെ തകർത്തത് 5 വിക്കറ്റിന്. നോർവേ ചെസ്സിൽ മാഗ്നസ് കാൾസനെ വീഴ്ത്തി ഗുകേഷ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിലേക്കൊക്കെ തന്നെയാണ് ആദ്യമായി പോകേണ്ടതും. പ്രവേശനോത്സവം എല്ലാ വർഷത്തെയും പോലെ ഇന്നും ഉണ്ട്. അത് ഒരു കാരണവശാലും മാറ്റിവെച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക. സ്കൂളുകളിൽ നിന്ന് തുറക്കും, പക്ഷെ ചെറിയൊരു ആശയക്കുഴപ്പം പലയിടങ്ങളിലുമുണ്ട്. കാരണം സമയക്രമീകരണം പുതുതായി വന്നല്ലോ. അത് പലയിടങ്ങളിലും എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യത്തിൽ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. രാവിലെയും വൈകിട്ടും 1/2 മണിക്കൂർ വീതമാണ് അധികം അധ്യയനം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് അത് ഓരോ സ്കൂളുകളിലും കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പം നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. അതേസമയം വിമർശനവും ഉണ്ട്. വെള്ളിയാഴ്ചകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിലൊരു വിമർശനം കൂടി വരുന്നുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ശാലിനിയാണ് നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ആദ്യം നമുക്ക് പറയേണ്ടത് ഈ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കാൻ പോവുകയാണെന്ന് നമുക്കറിയാം. ലക്ഷോപലക്ഷം കുട്ടികൾ
ഏതാണ്ട് 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളൊക്കെ ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നു. ആദ്യമായി സ്കൂളിലെത്തുന്ന കുട്ടികളുടെ ഒരു ആവേശം ഉണ്ടാകും, അമ്മമാരുടെ ടെൻഷൻ ഉണ്ടാവും, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഒരുക്കങ്ങളാണിപ്പോൾ എല്ലാ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുക്കങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങാം ശാലിനി. വീണ, ഒരു ഭാഗത്ത് ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, മറുഭാഗത്ത് അതായത് സ്കൂളിലേക്ക് വരികയാണെങ്കിൽ സ്കൂളിലും തയ്യാറെടുപ്പുകളാണ്. കുഞ്ഞു കുട്ടികളെ, കുഞ്ഞു മക്കളെയൊക്കെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലേക്ക് ഓരോ വിദ്യാലയങ്ങളും കടന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ LP സ്കൂളിലാണ്. ഈ സ്കൂളിന് സമീപത്ത് നിൽക്കുമ്പോൾ പ്രധാന റോഡ് കടന്നു പോകുന്നുണ്ട്. ഈ റോഡിലൂടെയൊക്കെ തലങ്ങും വിലങ്ങും അങ്ങനെ സ്കൂൾ ബാനുകൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം 2 മാസത്തെ വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞു മക്കളെയൊക്കെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോ ഡ്രൈവർമാരും അവരുടെ വാഹനങ്ങളും ഒക്കെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടൺ ഹിൽ സ്കൂളിലാണെങ്കിലും ഏകദേശം 80ഓളം വരുന്ന കുഞ്ഞു മക്കൾ വിദ്യയുടെ ലോകത്തേക്ക്, അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ആദ്യമായിട്ട് എത്തുകയാണ്. അവരെ സ്വീകരിക്കാൻ അവരുടെ വിദ്യാരംഭം വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് ഓരോ സ്കൂളുകളും. നമ്മളിപ്പോൾ കാണുന്നത് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളും അവരെ സ്വീകരിക്കാനുള്ള വർണ്ണങ്ങൾ വിതറിയ ഓരോ കാഴ്ചകളും ഒക്കെയാണ്. ഇവിടെ നിറയെ ബലൂണുകളുണ്ട്. ഒപ്പം തന്നെ നമ്മളിവിടെ കാണുന്നത് പോലെ ഈ കുഞ്ഞു മക്കളെ സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ കാഴ്ചകളിൽ നല്ല നിറങ്ങൾ പകർന്ന്, നല്ല അക്ഷരങ്ങൾ പകർന്ന്, നല്ല ലോകത്തേക്ക്, നല്ല വിദ്യ പകർന്ന്, നല്ല ആശയങ്ങൾ പകർന്നൊക്കെ അവരെ വിദ്യയുടെ ലോകത്തേക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ സ്കൂളുകളും സ്വീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് തന്നെ കോട്ടൺ ഹിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞു മക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളൊക്കെയാണ് കോട്ടൺ ഹിൽ സ്കൂള്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് LP സ്കൂൾ പ്രവർത്തിക്കുന്നത്. LP സ്കൂളിലേക്ക് ആണ് ഈ കാഴ്ചകൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4 ഡിവിഷനുകളാണ് ഉള്ളത്. 4 ഡിവിഷനുകളിൽ ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ വെച്ചാണ് ആദ്യമായി അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സിലും എത്തുന്ന ABCD ഡിവിഷനുകളിലെ കുട്ടികളുടെ പേരുകളൊക്കെ പതിച്ച അവരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഓരോ സ്കൂളുകളുടെയും വാതിലുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞുമക്കളൊക്കെയാണ് ആ ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധ്യാപകരൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളൂ. അവരൊക്കെ അല്പസമയത്തിന് അകമേ സ്കൂളിലേക്ക് എത്തുകയുള്ളൂ. ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകാനുള്ള മധുരങ്ങൾ, ഒപ്പം തന്നെ ക്ലാസ് അത്രയും ഭംഗിയാക്കുക, പെയിൻറ്റിങ്, ഇതൊക്കെ കഴിഞ്ഞ് പൂർത്തിയാക്കി കുഞ്ഞു മക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2 മാസത്തെ ഇടവേള, അത് ചെറിയ ഇടവേളയൊന്നുമല്ല. വീണയടക്കമുള്ള അമ്മമാർക്കറിയാം എത്രത്തോളം കുഞ്ഞു മക്കളെ വീട്ടിൽ നോക്കേണ്ട സാഹചര്യങ്ങൾ, അവരുടെ കുസൃതികൾ, അവരുടെ ഓട്ടം, ബഹളം, കലഹങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. ഒരു സമയം നമ്മൾ വിചാരിക്കും ഒന്ന് സ്കൂൾ തുറന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ച സമയങ്ങളുണ്ട്. എന്തായാലും ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. കാലവർഷം ചെറിയ തോതിലുള്ള ആശങ്കകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയത് സ്കൂൾ തുറക്കുന്ന തീയതി മാറ്റുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കാലവർഷം കനക്കുകയാണെങ്കിൽ ആ ഒരു തീയതി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന്. പക്ഷേ എന്തായാലും ആദ്യം വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഇന്ന് മാറി നിൽക്കുകയാണ്. തലസ്ഥാന ജില്ലയിലടക്കം തെക്കൻ കേരളത്തിൽ ഒരു ജില്ലയിലും ഈ ഘട്ടത്തിൽ മഴ പെയ്യുന്നില്ല അല്ലെങ്കിൽ ലഭ്യമാകുന്നില്ല. രാവിലെ നല്ല പ്രഭാത അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ സന്തോഷമായി സ്കൂളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ വീണ സൂചിപ്പിച്ചതുപോലെ പല കാഴ്ചകളും നമുക്കിനി വരും മണിക്കൂറിൽ ഈ സ്കൂളിൽ നിന്ന് കാണാൻ കഴിയും. ഇന്ന് പൂർണ്ണമായും ക്ലാസ്സില്ല. രാവിലത്തെ ഉദ്ഘാടന ചടങ്ങുകളും ഒപ്പം തന്നെ ഇവരെ സ്കൂളുകളിലേക്ക് സ്വീകരിച്ച് നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് ക്ലാസ് കഴിയും. നാളെ മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നാളെ മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചാലും 2 ആഴ്ച പൂർണ്ണമായും പാഠപുസ്തകം ഒഴിവാക്കിയുള്ള ക്ലാസ്സുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം പല രീതിയിലുള്ള വിപത്തുകൾ നമ്മുടെ കുഞ്ഞു മക്കളെ പിടിച്ചു കുലുക്കുന്ന സാഹചര്യം, അവരെ വഴിതെറ്റിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ കുഞ്ഞു മക്കളെ രക്ഷിക്കാനൊക്കെയുള്ള ബോധവൽക്കരണം നൽകുന്നതിന് ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണ് വരുന്ന 2 ആഴ്ച സംസ്ഥാന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണല്ലോ ശാലിനി ശരി. കാരണം അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ലല്ലോ, അക്ഷരങ്ങളിലൂടെയും ആശയങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, നമുക്ക് സമൂഹത്തിന് നടക്കുന്നത്, ചുറ്റുമുള്ളത് എല്ലാം വളരെ ചെറുപ്പത്തിലേ നമുക്കറിയാം. ഇപ്പോൾ സ്കൂളുകളിൽ ഇന്ന് ആദ്യമായി സ്കൂളിലെത്തുന്ന കുട്ടി പോലും ഒരു പക്ഷേ ഫോണിലൂടെ, അവരുടെ കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോണിലൂടെ അവർ യൂട്യൂബിൻ്റെ ലോകത്തേക്കുമൊക്കെ ഗൂഗിളിൻ്റെ ലോകത്തേക്കുമൊക്കെ കടന്നിട്ടുണ്ടാവും. അക്ഷരാഭ്യാസമില്ലാത്ത കുട്ടികൾ ആ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ട് നമ്മൾ അതിശയിക്കാറില്ലേ? അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തുടങ്ങി ഇത്തരം ബോധവൽക്കരണങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതവർക്ക് മനസ്സിലാകുന്ന സാഹചര്യവുമുണ്ട്. ഒരു പക്ഷേ ശാലിനി, നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. ചെറിയൊരു മഴ നമ്മുടെയൊക്കെ
യൂണിഫോം നനയിക്കുന്നൊരു കാലഘട്ടം. പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഈ മഴയുടെ ഒരു സ്വഭാവം വലിയ ആശങ്കയാണ്. അപ്പോൾ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് അത്. അങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മാറ്റം എന്ന് പറയുമ്പോൾ സ്കൂൾ സമയക്രമീകരണത്തിലെ മാറ്റം, അതിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ ശാലിനി? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇടവപ്പാതി മഴയൊക്കെ നനഞ്ഞ് ചെറിയ തോതിലുള്ള ആ ഒരു തണുപ്പുമൊക്കെയായി ക്ലാസ്സിൽ പോവുക, ക്ലാസ്സിൽ നിന്ന് തിരികെ മടങ്ങുക എന്നൊക്കെയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചെളിവെള്ളത്തിലൊക്കെ ഒന്ന് ചാടി മറിഞ്ഞൊക്കെ പോകുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വെള്ളത്തിലിറങ്ങിയാൽ അസുഖം പിടിക്കും. അല്ലാണ്ട് മഴയാണെങ്കിൽ തന്നെ ഇടിയും മിന്നലും ഒക്കെയായി വലിയ കലുഷിതമായ ഒരു കാലാവസ്ഥയാണ്. പക്ഷേ ആ കാലാവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ കാലാവസ്ഥ മാറി, കാലവർഷമൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. ഒതുങ്ങി നല്ല രീതിയിലൊരു അന്തരീക്ഷത്തിലേക്ക് നിൽക്കണം. പിന്നെ സൂചിപ്പിച്ചതുപോലെയാണ് ഇപ്പോൾ ക്ലാസ് റൂമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 1B ക്ലാസ്സാണ്. ഇവിടെ ഏകദേശം 21 കുട്ടികളാണുള്ളത്. അവരുടെ എല്ലാം പേരുകൾ, അവരുടെ റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എഴുതി ഈ ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പേരുകളടക്കം രേഖപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമാണ് നമുക്ക് കാണുന്നത് പോലെ തന്നെ. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്ത് പിടിമുറുക്കുമ്പോൾ ലഹരിക്കെതിരെ, മൊബൈൽ ഫോണുകൾക്കെതിരെ ഒക്കെയുള്ള ഒരു ബോധവൽക്കരണം, അതിൻ്റെയൊക്കെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. ഒപ്പം തന്നെ ആത്മഹത്യ, ഒപ്പം തന്നെ ഡ്രഗ്സ്, വലിയ രീതിയിലുള്ള മാഫിയകൾ പിടിമുറുക്കുന്ന കാലം, ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് കുട്ടികളെ പാഠപുസ്തകത്തിനപ്പുറമുള്ള ചില പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് റൂമിലാണുള്ളത്. നമ്മൾ ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ പഴയ കാലത്തേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ അവരുടെ കുഞ്ഞെഴുത്തെന്ന് പറയുന്ന പാഠപുസ്തകമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മുതൽ എത്തുന്ന കുട്ടികൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പഠിക്കാനുള്ള അവരുടെ കേരള പാഠാവലിയുടെ പുസ്തകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് നിറങ്ങൾ ചാർത്തി അവരുടെ നല്ലൊരു വിദ്യാഭ്യാസ കാലം സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്ന സമയം തന്നെയാണ് ഈ ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്തത്. ഇന്നു മുതൽ, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന മുതൽ പുതിയൊരു സമയക്രമീകരണത്തിലേക്ക് സംസ്ഥാനം പോവുകയാണ്. നമ്മളൊക്കെ പഠിച്ചപ്പോൾ 4 മണി 3:55 ആകുമ്പോൾ ആ ഒരു ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം മാറുകയാണ്. ഇനിയിപ്പോൾ രാവിലെ 9:15 മുതൽ 9:45 മുതൽ 4:15 വരെ ഓരോ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലിരിക്കണം. രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റുമായി അങ്ങനെ അരമണിക്കൂർ ക്ലാസ്സുകളിൽ എക്സ്ട്രാ പഠനമുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ അധ്യാപക സംഘടനകളും കോൺഗ്രസ് സംഘടനകളും അടക്കമുള്ളവർ ഹൈക്കോടതിയിലടക്കം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു സമയക്രമീകരണം. അതിൽ QIP യോഗം ചേരുമ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധരടക്കമുള്ള അംഗങ്ങളുള്ള അവരുടെ യോഗം ചേർന്ന് QIP യോഗത്തിലടക്കം ചില നിർദ്ദേശങ്ങൾ വന്നത് രാവിലെ അരമണിക്കൂർ ക്ലാസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ചില സംഘടനകൾക്ക് വേണ്ടിയിട്ടും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ മാറ്റി രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതം ക്ലാസ്സുകൾ ഏർപ്പെടുത്തുകയാണ്. പക്ഷേ അപ്പോഴും ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. ഈ 15 മിനിറ്റ് ക്ലാസ് നടത്തുമ്പോൾ അത് എങ്ങനെയാണ് ആ പീരീഡ് ക്രമീകരിക്കുക എന്നുള്ളതിലൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഈ രാവിലത്തെ 15 മിനിറ്റും വൈകിട്ടത്തെ 15 മിനിറ്റും എങ്ങനെ അതൊരു പീരീഡാക്കി മാറ്റാം, അല്ലെങ്കിൽ അതെങ്ങനെ കുട്ടികളിലേക്ക് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ എത്തിക്കാം എന്നതിൽ ഇപ്പോഴും ആശങ്ക നിൽക്കുന്നത്. മാത്രമല്ല, ഈ വർക്കിംഗ് ഡേയ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിയത് കൂടാതെ തന്നെ വെള്ളിയാഴ്ച അവധി ദിവസം നൽകിയത് ചില സംഘടനകൾക്കും ചില പ്രത്യേക താല്പര്യങ്ങളും മുൻനിർത്തിയാണ് സർക്കാർ അത്തരത്തിൽ വെള്ളിയാഴ്ചകളെ ഈ അധിക സമയ ക്ലാസ്സിൽ നിന്നൊക്കെ ഒഴിവാക്കിയത് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിലൊരു കൃത്യമായ വ്യക്തത വിദ്യാഭ്യാസ വകുപ്പ് ഈ ഘട്ടത്തിലും നൽകിയിട്ടില്ല. കൂടാതെ തന്നെയാണ് ഈ HS ഒപ്പം തന്നെ UP സ്കൂളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട്. UP ക്ലാസ്സുകളും HS ക്ലാസ്സുകളും ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെ ഒരുമിച്ച് വാഹനത്തിൽ കൊണ്ടുവിടുന്ന ഒരു ബസ്സൊക്കെ മാത്രമുള്ള സ്കൂൾ ബാനുകൾ മാത്രമുള്ള ചില സ്കൂളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ക്ലാസ് ക്രമീകരണം, പുതിയ സമയക്രമീകരണം ഒക്കെ വരുമ്പോൾ എങ്ങനെ ഈ കുട്ടികളെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ആരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടീമിന് ക്ലാസ് ഇല്ല, ഒരു ടീമിന് ക്ലാസ് ഉണ്ട്, അവരെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, ഇതിലൊക്കെ ഒരു ആശയക്കുഴപ്പം അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ നിലനിൽക്കുന്നൊരു സമയം കൂടിയുണ്ട്. എന്നാലും ആശങ്കകളൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാലവർഷം മാറി നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ശുഭമായിട്ടുള്ളൊരു അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ ഈ ആശങ്കകളൊക്കെ മാറി വിദ്യയുടെ ലോകത്തേക്ക്, ഒപ്പം തന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എത്തുന്ന ആ കുരുന്നുകളെ സ്വീകരിക്കാനുമൊക്കെയായി കാത്തിരിക്കുകയാണ്. ഏകദേശം 40 ലക്ഷത്തിലധികം വരുന്ന കുഞ്ഞു മക്കളാണ് 1ാം ക്ലാസ്സിൽ, അതായത് അക്ഷരങ്ങളുടെ ആദ്യ ലോകത്തേക്ക് ഇന്ന് പിച്ച വെച്ച് എത്താൻ പോകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് മക്കളും അമ്മമാരും രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെയായി
സജീവമാകും ഈ സ്കൂളിലിടം. നമുക്ക് ഒരുപക്ഷെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇവിടെയൊക്കെ ഇനി കുഞ്ഞു മക്കളുണ്ടാകും. അവർക്ക് മധുരം കൊടുക്കും, അവരെ മധുരം കൊടുത്തും അവർക്ക് പൂക്കൾ കൊടുത്തും അവർക്ക് ബൊക്കെ കൊടുത്തും ഒക്കെ ആകും ഈ ഒരു ക്ലാസ് റൂമിലേക്ക് അവരെ കയറ്റിക്കൊണ്ടുവരിക. അവരെ വെൽക്കം ചെയ്യുന്ന അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർമാരൊക്കെ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ കഴിഞ്ഞാണ് അവരുടെ ഈ കുഞ്ഞു മക്കളെ, കാരണം വലിയ കുട്ടികളെ പോലെയല്ല, പലരും അച്ഛനമ്മമാരിൽ നിന്ന് ആദ്യമായിട്ട് കുറച്ച് സമയം അകന്നിരിക്കാൻ പോകുന്ന കുട്ടികളാണ്. മാനസികമായും അവർ ഒരു സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. പല കുട്ടികളും LKG യിലും UKG യിലും ഒക്കെ പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ക്ലാസ്സിലേക്ക് ഇനി വരുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഇത്രയും സമയം ഇരിക്കുക? പുതിയ കൂട്ടുകാരാണ്, പരിചയമില്ലാത്ത ആളുകളാണ്, പരിചയമില്ലാത്ത അധ്യാപകരാണ്, പരിചയമില്ലാത്ത ആയമാരാണ്. ഇവരെയൊക്കെ കാണുമ്പോൾ അവർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ അങ്ങനെയല്ല, കുറച്ചൊക്കെ അവരും സ്മാർട്ടായി, അവർ കരച്ചിലും വിഷിലും ഒക്കെ കുറഞ്ഞ് അവരും നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും. എന്തായാലും അത്തരത്തിൽ കാഴ്ചകൾ കാണും. പക്ഷേ അതിലൊക്കെ കുറുമ്പ് കാണിക്കുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ ഇനിയും ഉണ്ടാകും. എന്തായാലും നമ്മളൊക്കെ മറന്നുപോയ അല്ലെങ്കിൽ നമുക്കൊക്കെ മിസ് ചെയ്ത പല കാഴ്ചകളും ഇന്ന് ഈ ക്ലാസ് മുറികളിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ബെഞ്ച് ക്രമീകരണം ഒക്കെ ഉള്ള കാര്യങ്ങളടക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ഇനി കുട്ടികൾ, കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് എത്തിയാൽ മാത്രം മതി എന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കുകയാണ്. സ്കൂളുകളെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുന്നു കുഞ്ഞുമക്കളെ. ശാലിനി ഏതായാലും അവിടെ ആദ്യ ഇരിപ്പിടം പിടിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെ വരാൻ പോകുന്ന കുട്ടികൾ ആരൊക്കെയാണ്? നമുക്ക് ഇത്രയും വലിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും അവിടുത്തെ ആ ഒരു ബലൂണും തോരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ വന്നിരുന്ന് കരയുന്ന കുട്ടികളുണ്ടാകും. പക്ഷെ അത് ശാലിനി സൂചിപ്പിച്ച പോലെ വീടിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, 1-2 ദിവസം കൊണ്ട് തന്നെ അവരതുമായിട്ടങ്ങ് അതിൻ്റെ വൈബിലേക്ക് അങ്ങ് മാറും എന്ന് പറയാം. ഓക്കെ, എന്തായാലും ഈ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഇത്തവണ നടക്കുന്നത് ആഘോഷപൂർവ്വം തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ പക്ഷേ ഈ ആഘോഷപൂർവമായ ഇങ്ങനൊരു പ്രവേശനോത്സവം നടക്കുമ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തിലെ തെക്കൻ ആര്യാട് ഗവൺമെൻറ് VVS DLP സ്കൂളുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ എത്തുന്നത് പരാധീനതകൾക്ക് നടുവിലേക്കാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്നൊരു സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. പുതിയ കെട്ടിട നിർമ്മാണത്തിന് അടിത്തറ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അടിത്തറ കെട്ടി ഉപേക്ഷിച്ച നിലയിലുമാണ്. ദുരിതാശ്വാസ കേന്ദ്രത്തിൻ്റെ ടിൻ ഷീറ്റിട്ട കെട്ടിടത്തിലാണ് ഇപ്പോൾ അവിടെ ക്ലാസ് മുറി പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം. നാട്ടിലെങ്ങും സ്മാർട്ട് ക്ലാസ് റൂം എന്ന് വീമ്പിളക്കി പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോഴാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തന്നെ തെക്കനാരിയാട് ഗവൺമെൻറ് VVS DLP സ്കൂളിലെ ടിൻഷീറ്റിട്ട മറച്ചുകെട്ടിയ ഭിത്തികളില്ലാത്ത ഷെഡിലെ ക്ലാസ് മുറിയിലേക്ക് കുരുന്നുകുട്ടികൾ എത്തുന്നത്. സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ബലവത്തായ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പ്രാഥമിക ഘട്ടത്തിൽ നിലച്ചതോടെ അവിടമാകെ കാടുകയറി കിടക്കുന്നു. വിഷജീവികളുടെ ആക്രമണം ഭയന്നാണ് നിലവിൽ കുട്ടികൾ ഇവിടേക്ക് എത്തുന്നത്. 3 വർഷമായിട്ടും അടിത്തറയിൽ മാത്രം നിർമ്മാണം പ്രവർത്തനം ഒതുങ്ങുകയാണ്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ സാധാരണക്കാരായ കയർ ഫാക്ടറി തൊഴിലാളി, മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ താമസിപ്പിക്കുന്ന ഒരു ഷെൽട്ടറിൽ ആണ് 3 ക്ലാസ് റൂം നടക്കുന്നത്. ബാക്കി ഷീറ്റിട്ട 2 ഷെഡുകളിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഇടുങ്ങിയ ക്ലാസ് മുറികളും മറ്റു കാര്യങ്ങളും. പിന്നെ പുറകുവശം കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പും പഴുതാരിയൊക്കെ കയറി വരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിത ബോധവും ഇല്ലാത്ത, പിന്നെ LP സ്കൂളിലുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ള ഒരു ബോധമില്ലാതെയാണ് വിദ്യാലയം തുറക്കാൻ പോകുന്നത്. ആര്യാട് പഞ്ചായത്തിലെ ഏക LP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. 250-ലധികം കുട്ടികൾ പഠിക്കുന്ന അപൂർവം ഗവൺമെൻറ് LP സ്കൂളിലൊന്നാണ് ഇത്. വളരെ നല്ലൊരു കെട്ടിടമായിരുന്നു കിഴക്കോട്ട് ഞാനതൊക്കെ കൂടെ കൊണ്ടായിരുന്നു. അന്ന് മെയിൻ്റനൻസ് ചെയ്തെടുത്താലും 1 വർഷം മതിയാവുമായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ പൊളിച്ചു. ഉടനെ ശരിയാകും, 1 വർഷത്തിനുള്ളിൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 3 വർഷമായി ഈ ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ പറയാവുന്നത് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ സ്കൂളിനോടുള്ള സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും പ്രതികരണത്തിലാണ് പ്രവേശനോത്സവത്തിലെ പ്രഖ്യാപനത്തിനപ്പുറം വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ സമീപനം പ്രകടമാകുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് വീമ്പ് പറഞ്ഞ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കുമ്പോൾ ഈ ആഘോഷം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ ആര്യാട്ടെ ഏക ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ദുരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഇനി സ്കൂൾ തുറക്കുന്ന
വാർത്തയിൽ തന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ചില ആശങ്കകൾ കൂടി പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല. ഈ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം അലേർട്ടായിരിക്കണം എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്ത് ലഹരി മാഫിയകൾ വീണ്ടും സജീവമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ വീഴ്ത്തുക എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും പുതിയ തന്ത്രം. ലഹരി ഇടപാടുകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സർക്കാർ. എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ പരിസരങ്ങളടക്കം ലഹരി മാഫിയകൾ നോട്ടുമിടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാനാണ് എക്സൈസും ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് 100-ലധികം സ്കൂളുകൾ എക്സൈസിന്റെ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ അടക്കം ഇതിൽപ്പെടും. അധ്യയന വർഷം തുടങ്ങുന്നതോടെ ഈ സ്ഥലങ്ങളിലെല്ലാം ലഹരി മാഫിയ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകളായി നിശ്ചയിച്ചിരിക്കുന്ന സ്കൂളുകളും പരിസരങ്ങളും നിരന്തരമായി നിരീക്ഷിക്കാനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. സ്കൂളുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലും മറ്റ് ഇതര കേന്ദ്രങ്ങളിലും നിരീക്ഷിക്കുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകുന്നുണ്ട്. ലഹരിക്കെതിരെ ശക്തമായ നീക്കം നടത്താനാണ് എക്സൈസ് വകുപ്പ് ഒരുങ്ങുന്നത്. സ്കൂൾ അധികൃതരും കുട്ടികളുടെ മാതാപിതാക്കളുമായി ചേർന്ന് ബോധവൽക്കരണമടക്കമുള്ള നടപടികളിലേക്കും എക്സൈസ് കടക്കും. കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കോളേജുകൾക്ക് പുറമെ ലഹരി വ്യാപനം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിച്ചത് കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് ശക്തമായ നിരീക്ഷണം നടത്താൻ എക്സൈസ് തയ്യാറെടുക്കുന്നത്. ജനം, തിരുവനന്തപുരം. ഓക്കെ, ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ എക്സൈസ്, അതായത് സ്കൂളിനുള്ളിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള എക്സൈസ് അടക്കമുള്ള സംവിധാനങ്ങളുമൊക്കെ ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസമാണ്. എങ്കിലും മാതാപിതാക്കളുടെയും കണ്ണുകൾ, ചെവി ഒക്കെ തുറന്നിരിക്കണം ഈ ഘട്ടത്തിൽ. കാരണം നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ഈ വിഷയങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റി നിർത്തിയേ മതിയാവുകയുള്ളൂ. അവധിയുടെ ആലസ്യം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹൈക്കോടതിയുടെ അന്ത്യശാസനയ്ക്ക് പിന്നാലെയാണ് നമ്മൾ നേരത്തെ തുടക്കത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂൾ പ്രവൃത്തി സമയം ഇന്നു മുതൽ കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചത്. ആ ഒരു സമയക്രമം എങ്ങനെയാണ് എന്നുകൂടി അറിയണം. അപ്പോൾ തന്നെ ഈ തീരുമാനം, അതായത് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ തീരുമാനം വരാനിടയായ സാഹചര്യം, അതിന് നിമിത്തമായത് മൂവാറ്റുപുഴ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CK ഷാജി നടത്തിയ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമാണ്. അദ്ദേഹത്തെ കേൾക്കാം. ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പുതിയ സമയക്രമത്തിലായിരിക്കും പ്രവൃത്തി ദിനങ്ങൾ. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ 6 ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനവും ഉൾപ്പെടുന്നതായിരിക്കും അക്കാദമിക് കലണ്ടർ. ഒരു അക്കാദമിക് വർഷം 220 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകണമെന്നാണ് ചട്ടം. പക്ഷേ അത് കേരളത്തിൽ നടപ്പാക്കിയിരുന്നില്ല. ഈ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CK ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതാണ്ട് 200 ദിവസത്തെ പ്രവൃത്തി ദിനം സർക്കാർ പ്ലാൻ ചെയ്താൽ പോലും 150, 160, 170 ദിവസം വരെയാണ് മാക്സിമം ഒരു വർഷം പ്രവൃത്തി ദിനമായിട്ട് കിട്ടാറുള്ളൂ. കേരളത്തിലെ നമുക്ക് 365 ദിവസം ഉള്ളതിൽ ഒരു 150-നും 170-നും ദിവസം ഇടയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പലതും പഠിപ്പിച്ചു തീർക്കാൻ അധ്യാപകർക്കും കഴിയുന്നില്ല. ഒപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ഒപ്പം വർഷങ്ങൾക്കിപ്പുറം അനുകൂലമായ ഹൈക്കോടതി വിധിയെത്തി. വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനവും എടുത്തു. അങ്ങനെ ആ കണ്ടംപ്റ്റ് പെറ്റീഷനിൽ ഗവൺമെന്റിനോട് ഈ ജൂൺ മാസം 11-ാം തീയതിക്ക് മുമ്പ് കോടതിയെ ഈ 220 ഡേയ്സ് നടപ്പിലാക്കി ഗവൺമെന്റിനെ കോടതിയെ അറിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ, ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന്റെ വെളിച്ചത്തിൽ കേരള ഗവൺമെന്റ് 220 ഡേയ്സ് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. പുതിയ അക്കാദമിക് കലണ്ടർ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് CK ഷാജി പറഞ്ഞു. എന്തായാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു സന്തോഷമാണ്. കാരണം കുട്ടികൾ സ്കൂളിലാണ് പഠിക്കേണ്ടത്. വീട്ടിലിരുന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സാഹചര്യമില്ല. അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് പഠിപ്പിക്കണം. അതുപോലെ സ്പോർട്സ് ടൈമുണ്ട്. ആ ടൈമിൽ അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് കുട്ടികൾ മാനസികമായിട്ട് വളരുന്നത്. ജനം, കൊച്ചി. കുട്ടികളെക്കുറിച്ച്, അധ്യയനത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചതിൽ നിന്നുണ്ടായ ചില നിരീക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ നിയമ പോരാട്ടത്തിലേക്ക് പോയത്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പ്രവേശനോത്സവത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് പ്രവേശനോത്സവം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചതും ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നതുമായ സ്കൂളുകളിൽ ഇന്ന് പ്രവേശനോത്സവം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കേതായാലും സുധീഷ് ഗോപാലിലേക്ക് പോകാം. ആലപ്പുഴ കലവൂരിലാണ് പ്രവേശനോത്സവം നടക്കുന്നത്. എന്തായി അവിടെ ഒരുക്കങ്ങളെന്ന് ചോദിക്കാം. സുധീഷ്, ഗുഡ് മോർണിംഗ്.
സുധീഷ് വളരെ മനോഹരമായ ചില കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കുട്ടിക്കൂട്ടങ്ങളൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സമയത്തേക്കിന്. പക്ഷെ അതിനു മുൻപ് ആ സ്കൂള് അണിഞ്ഞൊരുങ്ങുന്നുണ്ടാകും അവരെ വരവേൽക്കാൻ. എന്തൊക്കെ കാഴ്ചകൾ അവിടെ കാണാം? വീണ, ഇപ്പോൾ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവത്തിനായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ 8:30യോടുകൂടി കുട്ടികളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ, ചില കലാപരിപാടികളൊക്കെ തന്നെ അരങ്ങേറും. അതോടെയാണ് ഈ പ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം ഈ പുതിയ കുട്ടികളെ, ഒന്നാം തരത്തിലേക്ക് എത്തുന്ന കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ സ്വാഗതം ചെയ്യും. അതിനുശേഷം ഈ പ്രവേശനോത്സവ ഗാനം ഇവിടെ ആലപിക്കും. അതിനുശേഷമാവും ഉദ്ഘാടന ചടങ്ങുകൾ, മറ്റ് ചടങ്ങിലേക്ക് കടക്കുക. ചടങ്ങ് 9:50 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിൽ വി ശിവൻകുട്ടിയാണ് അധ്യക്ഷത വഹിക്കുക. തുടർന്നാണ് മറ്റ് സ്കൂളുകളിലെല്ലാം തന്നെ സ്കൂൾ തല പ്രവേശനോത്സവം നടക്കുക. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ തന്നെ കുട്ടനാട് താലൂക്കിനും പുറക്കാട് പഞ്ചായത്തിനും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച വിദ്യാലയങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ഈ തരം ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്ന സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം ഉണ്ടാവില്ല. അത്തരത്തിൽ ഏതാണ്ട് 20ലധികം സ്കൂളുകൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു കാലവർഷത്തിൻ്റെ കെടുതി അതിൽ നിന്നും പൂർണ്ണമായി മോചനം നേടാതെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ തവണത്തെ പ്രവേശനോത്സവം നടക്കുന്നത്. അത് വലിയ രീതിയിൽ കുറേ കുട്ടികൾക്കെങ്കിലും ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ആ ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു 8:30 കുട്ടികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിന് 8:30 കുട്ടികളുടെ കലാവിരുന്ന്, അവരുടെ കലാവിരുന്ന് ആരംഭിക്കുന്നതോടെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് മറ്റ് പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ആലാപനവും ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്വാഗതം ചെയ്യുന്ന അടക്കമുള്ള ചടങ്ങുകളും നടക്കുക. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു ആശ്വാസം പകരുന്നതാണ്. എന്നാൽ ഇന്നലെ രാത്രിയും ജില്ലയിൽ ഒട്ടാകെ തന്നെ മഴയുണ്ടായിരുന്നു. അത് വലിയ ഒരു ആശങ്ക സൃഷ്ടിച്ചെങ്കിൽ പോലും ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നു. വെയിലിൻ്റെ സൂര്യപ്രകാശം നമുക്ക് കാണാൻ കഴിയും. അത് വലിയൊരു ആശ്വാസം പകരുന്നതാണ്. മറ്റു പ്രശ്നങ്ങളില്ലാതെ തന്നെ പ്രവേശനോത്സവം നടക്കും എന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി അനുകൂലമാണ് എന്നതും നമുക്ക് ഈ സാഹചര്യത്തിൽ എടുത്തു പറയാം. വീണ, ഓക്കെ, ശരി സുധീഷ്. ഏതായാലും ആലപ്പുഴ കലവൂർ സ്കൂളിലാണ് പ്രവേശനോത്സവം നടക്കുക. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് സുധീഷ് നൽകിയത്. ഇനി കുട്ടികൾ വരുന്ന മുറയ്ക്ക് നമുക്ക് കുട്ടികളിലേക്കൊക്കെയും പോകാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് പെയ്യുന്ന മഴയില്ല, അടുത്ത കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത വർഷങ്ങളിലായി പെയ്യുന്ന മഴ കുറച്ച് പ്രശ്നമുള്ള മഴ കൂടിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായി പെയ്ത മഴയും അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ഒക്കെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ അവിടെ ഈ ചാത്തമംഗലം മാവൂർ പ്രദേശങ്ങളിൽ, ഈ ചാത്തമംഗലം മാവൂർ പഞ്ചായത്തുകളിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ വ്യാപകമായി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം രൂപയാണ് ഓരോ കർഷകർക്കും നഷ്ടമായത്. അത് ലോണെടുത്തും ആധാരം പണയം വെച്ചുമൊക്കെ കൃഷി ഇറക്കിയ കർഷകർ പലർക്കും ഇപ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സർക്കാർ സഹായം കടലാസിൽ ഒതുങ്ങുന്നതാണ് ഈ മുൻകാല അനുഭവം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കയുണ്ട്. തോരാതെ പെയ്ത ദുരിതപ്പെയ്ത്ത് കവർന്നെടുത്തത് കർഷകന്റെ സ്വപ്നവും അധ്വാനവുമാണ്. കടം വാങ്ങിയും ലോണെടുത്തും പ്രതീക്ഷയോടെ ഇറക്കിയ കൃഷിയിടത്തെ വെള്ളക്കെട്ട് വിഴുങ്ങിയപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവരാണ് ഈ കർഷകർ. വിളവെടുക്കാറായ നേന്ത്രവാഴകൾ പലതും ഒടിഞ്ഞു വീണു. ശക്തിയായ കാറ്റിൽ പിടിച്ചു നിന്നത് വിരലിലെണ്ണാവുന്നവ മാത്രം. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും കരകവിഞ്ഞതോടെയാണ് കൃഷിയിടത്തിൽ ഈ വിധത്തിൽ വെള്ളം കയറിയത്. പുഴവെള്ളത്തിൽ ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടിയെടുക്കാനും കർഷകർ ഏറെ പ്രയാസപ്പെടുകയാണ്. എല്ലാം വെള്ളത്തിൽ ഒടിഞ്ഞു വീണ് കിടക്കണേ കണ്ടില്ലേ, മൊത്തം വെള്ളത്തിലായി പോയി. ഒരു കൊല പോലും വെട്ടാൻ പറ്റാത്തൊരവസ്ഥ ഇതിന്റെ അനിയന്റെ വായാണ്. എൻ്റെ വായൽ ഒരു കൊലയും ഇത്ര മൂപ്പായില്ല, അതുകൊണ്ട് വെട്ടാൻ പറ്റാത്തൊരവസ്ഥ, പോകാനും ബുദ്ധിമുട്ട്, നിലയില്ലാത്ത വെള്ളം.
തോണിയാണ് അടുക്കൂല. ഇങ്ങനെ ചണ്ടി ചമ്മലൊക്കെ തോണി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നിലവിൽ വിളവെടുത്ത വാഴക്കുലകൾക്ക് കിലോയ്ക്ക് 10 രൂപ പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പ്രധാന പരാതി. ഇതിപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ കർഷകർക്കും നഷ്ടം തന്നെയാണ്. ഇപ്പം വിപണിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ പോകാത്തൊരു സ്ഥിതി ഉണ്ട്. ഇപ്പം വിലയും കിട്ടാത്തൊരു പ്രശ്നം. പിന്നെ വാഴക്കുലൊക്കെ നശിച്ചല്ലോ, വെള്ളത്തിൽ വീണ് കാറ്റടിച്ചിട്ടൊക്കെ കംപ്ലീറ്റ് സാധനം നശിച്ചു. ഞാനൊരു 1500 വാഴക്കുന്നൊരു കർഷകനാണ്. ഇക്കൊല്ലത്തെ മാതിരി അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായില്ല. എല്ലാ കൊല്ലവും വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ കാലവർഷത്തിൻ്റെ മുന്നേ രക്ഷപ്പെടലുണ്ട്. ഇത് മാവൂരിലെ മാത്രം കർഷകരുടെ അവസ്ഥയല്ല, കൃഷിയിറക്കിയ കർഷകരുടെ ഒക്കെ അവസ്ഥ സമാനമാണ്. സംഭവിച്ച ലക്ഷങ്ങളുടെ നഷ്ടത്തിന് സർക്കാർ സഹായം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കടലാസിൽ ഒതുങ്ങുന്നതാണ് കർഷകരുടെ മുൻകാല അനുഭവങ്ങൾ. അതിവിടെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് കർഷകരുടെ പ്രാർത്ഥന. ജനം, കോഴിക്കോട്. ഇനി രാജ്യാന്തര തലത്തിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അമേരിക്കയിലെ കൊളറാഡോയിൽ യഹൂദരുടെ പ്രകടനത്തിന് നേരെ ഭീകരാക്രമണം. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രകടനത്തിനെതിരെയാണ് ആക്രമണമുണ്ടായത്. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ ആൾ തീ കൊളുത്തുകയായിരുന്നു. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങൾ. ഐസണിലേക്കാണ് പോകേണ്ടത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അമേരിക്കയിലെ കൊളറാഡോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. യഹൂദരുടെ പ്രകടനമാണ് അവിടെ നടന്നത്. അത് ഈ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രകടനമാണ്. അതിനെതിരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ പ്രകടനം നടത്തിയവർക്കിടയിലേക്ക് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ ഒരാൾ വന്ന് സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അത് സ്വയം തീ കൊളുത്താണോ മറ്റുള്ളവർക്കിടയിലേക്ക് തീ ഇട്ടതാണോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് നമുക്ക് അറിയേണ്ടത്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രകടനം അവിടെ നടന്നത്. ഏതായാലും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അമേരിക്കയിൽ നിന്നാവട്ടെ ഇതിപ്പോൾ സ്ഥിരമായുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു തരത്തിൽ ഈ പ്രകടനത്തിന് ഇടയിലേക്ക് കയറി തീ കൊളുത്തിയ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരികയാണ്. അതേസമയം നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഈ പെരുമ്പാവൂരിൽ ഒരു ഇതര ഭാഷാ തൊഴിലാളിയുടെ മൊബൈൽ ഫോണിൽ ഒരു പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ഈ കേസിൽ അസം സ്വദേശി മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കാരണം മറ്റൊരു കേസിൽ പരാതിക്കാരനായി എത്തുന്നതിന് മുൻപ് തന്നെ ദുരൂഹമായ ചില ചാറ്റുകൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതായി പോലീസിന് സംശയമുണ്ടായിട്ടുണ്ട്. മുബാറക്കിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പാകിസ്ഥാനികളും അഡ്മിന്മാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് മുബാറക്കിൻ്റെ കേരളത്തിലെ ബന്ധങ്ങളിൽ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് തരത്തിലൊക്കെ ഇങ്ങനെ അന്വേഷണം പോവുകയാണ്. രേഷ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കണ്ടെത്തിയത്. തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങൾ ഏതൊക്കെ തലത്തിൽ, അതായത് ഇപ്പോൾ ഈ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്, അത് ലഭിച്ചു കഴിഞ്ഞാലാണ് ഒരു പക്ഷേ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതേസമയം തന്നെ ഈ അസം സ്വദേശിയുടെ മറ്റു ബന്ധങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണവുമായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ അന്വേഷണം? വീണ, വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ആലുവ റൂറൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഈ മുബാറക് ഹുസൈൻ്റെ മൊബൈൽ ഫോൺ അത് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിരുന്നു. അതിന് ഫലം ലഭിച്ച ശേഷമായിരിക്കും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. 12 വർഷത്തോളമായിട്ട് കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഈ അസം സ്വദേശി എന്ന അയാളുടെ രേഖകൾ വ്യക്തമാക്കുന്നത് അസം സ്വദേശി എന്നാണ് മുബാറക് ഹുസൈൻ. ഈ 12 വർഷക്കാലവും അയാൾ കൊച്ചിയിലെ തന്ത്രപ്രധാന ഇടങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ പറയുന്ന മുബാറക് ഹുസൈനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്
വന്നിട്ടുള്ളത്. ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് താൽക്കാലികമായിട്ടെങ്കിലും മുബാറക് ഹുസൈന് ജോലി ലഭിച്ചത്, ഇതടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഇനി ഈ മൊബൈൽ ഫോണിൻ്റെ രേഖകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ചില ദുരൂഹമായിട്ടുള്ള ചാറ്റുകൾ ഇയാൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ആ ചാറ്റുകൾ റിട്രൈവ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂരിലെ തന്റെ താമസ സ്ഥലത്തേക്ക് 5 അംഗ സംഘം അതിക്രമിച്ച് കയറി പണം അപഹരിച്ചു എന്നുള്ള ഒരു പരാതിയുമായിട്ടാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മുബാറക് ഹുസൈൻ കടന്നെത്തുന്നത്. ആ സമയത്ത് പോലീസുകാർക്ക് ചില സംശയങ്ങൾ തോന്നി. കാരണം ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലും ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലുമാണ് ഇയാൾക്ക് പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് കടന്നത്. ഇയാളുടെ മൊബൈൽ ഫോണിൽ ചില പാകിസ്ഥാനികൾ അഡ്മിന്മാരായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് സജീവമായിട്ട് ഇയാൾ ചാറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഏത് രീതിയിലാണ് കേരളത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു സഹായം ലഭിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം വേണ്ടത്. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും എണ്ണ ശുദ്ധീകരണ ശാലയുടെയും ചിത്രങ്ങൾ ഇയാളുടെ ഫോണിലുണ്ടായിരുന്നു. അത് എന്ത് അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത്? അപ്പം തന്നെ പാകിസ്ഥാനിലെ അഡ്മിന്മാരായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നടത്തി അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങൾ അത് പലതും ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് റിട്രൈവ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ചില ഗ്രൂപ്പുകൾ വഴി ഇയാൾ ചില കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ കാണുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, രേഷ്മ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൂടുതൽ ഫോറൻസിക് പരിശോധനാ ഫലം വരണം, സൈബർ പരിശോധനാ ഫലം അത് ലഭ്യമാകുമ്പോൾ മാത്രമാണ് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയുക. അതേസമയം ഇയാളുടെ മറ്റ് ബന്ധങ്ങളൊക്കെയും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സിവിൽ വ്യോമയാന മേഖലയിലെ ടർക്കിഷ് കമ്പനികളുടെ സാന്നിധ്യം ഒഴിവാക്കാൻ നടപടികളുമായി എയർ ഇന്ത്യയുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സേവനങ്ങൾ നടത്തുന്നതിൽ നിന്നും ടർക്കിഷ് കമ്പനികളെ ഒഴിവാക്കും. ടർക്കിഷ് കമ്പനിയായ സെലബിയെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ക്ലിയറൻസ് മെയ് 15 തന്നെ റദ്ദാക്കിയിരുന്നു. നമുക്കറിയാം ഇതിൻ്റെ കാരണം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് തുർക്കി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടർക്കിഷ് കമ്പനികളുടെ കാര്യത്തിൽ ഈ തരത്തിൽ ഒരു നിലപാട് ഭാരതം സ്വീകരിച്ചത്. തുടർന്ന് ഏവിയേഷൻ കമ്പനികളും സ്വീകരിച്ചപ്പോൾ എയർ ഇന്ത്യയുടെ നിലപാടും അതിനെ തുടർന്നാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാം. We have sent some to Turkish Technic, but clearly with this new development, we didn't expect this development. We'll be reconsidering where we send aircraft and obviously trying to find alternatives. Would that mean sort of ending your association with Turkish Technic? Well, yes, I think we want to respect public sentiment. ഭീകരതയ്ക്കെതിരായ പ്രചാരണത്തിൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സ്ത്രീശക്തി. ബുള്ളറ്റുകൾ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് കശ്മീരിലേക്ക് ഇന്നലെ ആരംഭിച്ച ബുള്ളറ്റ് യാത്രാ സംഘത്തിൽ 10 പേർ സ്ത്രീകളാണ്. ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദത്തിന്റെ അവസാന വേരുമറുത്തെടുക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ ദേശീയതയുടെ ശബ്ദമാവുകയാണിവർ. കാലാവസ്ഥയടക്കം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തയ്യാറെടുത്താണ് ഓരോരുത്തരും യാത്രക്കായി മുന്നിട്ടിറങ്ങിയത്. സുകന്യ, വന്ദന, നന്ദന, രജനി, നിത്യ, ഡോക്ടർ ആവണി, അദീന ഭാരതി, സനീല എന്നിവരെല്ലാം ചലോ LOC കൂട്ടായ്മയുടെ ഭാഗമാണ്. മാതൃരാജ്യം ഒരു വെല്ലുവിളി നേരിടുമ്പോൾ എങ്ങനെ മാറി നിൽക്കാനാകുമെന്നാണ് ഇവർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. രാംജി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് പെൽഗാം അറ്റാക്ക് നടന്ന് അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറുള്ളവർ ആ പോസ്റ്റിൽ റെസ്പോണ്ട് ചെയ്യാന്നുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു തന്നെ. ഏകദേശം 4000-ഓളം ആൾക്കാർ വരികയും 1000-ഓളം ആൾക്കാർ സന്നദ്ധത അറിയിച്ച് വരികയും ചെയ്തു. അങ്ങനെ അതിൽ നിന്നൊരു 100 പേരെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇതിൽ പങ്കാളിയാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയതുകൊണ്ട്
ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഒരു കൂട്ടം മലയാളികളെന്ന് പറഞ്ഞ് മലയാളികളെന്ന പേരിൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരത്തെ അവർ ആദരിക്കുമ്പോൾ ഭാരതത്തിന് അപമാനമായിട്ട് മാറുന്ന സമയത്ത് കേരളത്തിൽ ഇതുപോലുള്ള കുറേ യുവാക്കൾ നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിച്ച് അവരുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം ഈ പറയുന്ന തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള ശബ്ദമാക്കിക്കൊണ്ട് ഒരു യാത്ര ഇതുപോലെ പ്ലാൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ ഇത്രയും യൂത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇന്നും കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് നമുക്ക് നാളത്തേക്കൊരു പ്രതീക്ഷ തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മേൽശാന്തിയായ പ്രവീൺ പുത്തിലത്തിനൊപ്പം കുടുംബവും യാത്രയെ അനുഗമിക്കുകയാണ്. ഭാര്യ രഞ്ജിനി, മകൻ 5 വയസ്സുള്ള ബദ്രീനാഥ് എന്നിവരാണ് പ്രവീണിനൊപ്പമുള്ളത്. യാത്രാ സംഘത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളും ബദ്രീനാഥാണ്. നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. ജനനീ ജന്മഭൂമിശ സ്വർഗാദപീകരീയസി. നോർമലി ഞങ്ങളുടെ ബുള്ളറ്റ് യാത്ര ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള യാത്രയാണ്. അതും ഈ കാശ്മീരിലേക്ക് കൂടെ ആകുമ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടാതെ നല്ലൊരു കാര്യത്തിനും കൂടി ആകുമ്പോൾ, ഈ ഒരു തീവ്രവാദത്തിനെതിരെ എന്നുള്ള വിഷയത്തിനും കൂടി ആകുമ്പോൾ കൂടുതൽ അഭിമാനമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിലെ ശാരദാ യാത്രാ ക്ഷേത്രത്തിൽ ബുള്ളറ്റ് യാത്ര അവസാനിക്കുമ്പോൾ യുവത്വം കുറിക്കുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെയും സന്ദേശത്തിന്റെയും പുതുചരിത്രം കൂടിയാകും. കുടുംബങ്ങൾ, വ്യക്തികൾ ഓരോരുത്തരും ഈ ഒരു യാത്രയുടെ ഭാഗമായി മാറുന്നു. ദേശീയതയുടെ വക്താക്കളായി, ദേശീയതയുടെ ഉറച്ച ശബ്ദങ്ങളായി അവർ മാറുകയും ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. എവിടെയാണോ അത്യാവശ്യം വേണ്ട പണികൾ വേണ്ടത് അതെല്ലാം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ്. 2019 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഇന്നും അത് പകുതി വഴിയിൽ തന്നെ കിടക്കുകയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, എന്തുകൊണ്ടാണ് ഈ വൈറോളജി ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പുരോഗമിക്കാതെ, ഒട്ടും മുന്നോട്ട് പോകാതെ ഇങ്ങനെ കിടക്കുന്നത്? തീർച്ചയായും വീണ, ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന ഒരു ആരോഗ്യമന്ത്രിയുള്ള കാലത്താണ് ഇത്തരത്തിൽ, അതായത് നമുക്കറിയാം ഈ നിപ്പയൊക്കെ ആശങ്ക വിതച്ച കാലത്താണ് സംസ്ഥാനത്തൊരു വൈറോളജി ലാബ് എന്നൊരു ആവശ്യം പ്രധാനമായും കോഴിക്കോട് തന്നെ വേണമെന്നൊരു ആവശ്യം പ്രധാനമായും ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ICMR 2019 കോഴിക്കോട് ഒരു വൈറോളജി ലാബ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും 5.5 കോടി രൂപ അതിനായി അനുവദിക്കുകയും ചെയ്തു. 2019 കഴിഞ്ഞു, ഇന്നിപ്പോൾ 2025 നിൽക്കുമ്പോഴും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ എത്തി എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നൊരു സാഹചര്യമാണ് വീണ നിലവിലുള്ളത്. ഈ 2019 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് കോവിഡിന് ശേഷം നിർമ്മാണം പിന്നീട് പുനരാരംഭിക്കുന്നത് 2022 ആ കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് തുക 11 കോടി രൂപയായി ഉയർത്തുകയും ചെയ്തു. 5.5 കോടിയിൽ നിന്നും 11 കോടി രൂപയായി ഉയർത്തി. പക്ഷേ 2024 ICMR ഉത്തരവിറക്കിയിരുന്നു. അതായത് ഈ ലാബിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ഈ ലാബിന്റെ നിർമ്മിതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയൊക്കെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന ചോദ്യത്തിന് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് കരാറുകാരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ. അതായത് ആദ്യഘട്ടത്തിൽ കരാർ ഏറ്റെടുത്ത ആളുകളല്ല പിന്നീട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ഈ വൈറോളജി ലാബിന്റെ നിർമ്മാണം ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുവാനുള്ളൊരു കാരണം എന്നാണ് അധികൃതരിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ നിപ്പയുടെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. കോവിഡ് കേസുകൾ അടക്കം ക്രമാതീതമായി വർദ്ധിക്കുന്നു. വെസ്റ്റിനിൽ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ തന്നെയും സംസ്ഥാനത്ത് വ്യാപകമായി ഉയരുന്നൊരു സാഹചര്യം. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല നിപ്പയുടെ ഉറവിടമായിരുന്നു. അപ്പോൾ അതായത് ഇത്തരത്തിലുള്ള പരിശോധനകൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വന്തം ജില്ല, അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരത്തിലൊരു ലാബിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ട സംസ്ഥാന സർക്കാരാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് തന്നെയാണ് വാസ്തവമായി ഉയർന്നു വരുന്ന കാര്യം. ഇതിനെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കുകയാണ് ആളുകൾ. അതായത് ഇതിന്റെ നിർമ്മാണങ്ങൾ ഓരോ ഘട്ടമായി പൂർത്തീകരിക്കുമെന്ന് ആവശ്യപ്പെടുമ്പോഴും 2024 നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2025 ഇനി എപ്പോഴാണ് ഈ ലാബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്.
ഓരോ ദിവസവും അവിടെ പ്രവൃത്തികൾ നടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും വർഷം, അതായത് ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുവാൻ ഇത്രയും വർഷം വേണോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ കീഴിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വീണ. ഓക്കെ, ശരി ദിസ്ന. ഏതായാലും വലിയ അനാസ്ഥയായിപ്പോയി. കാരണം ഇത്രയും വളരെ പ്രധാനപ്പെട്ടൊരു കെട്ടിട നിർമ്മാണമൊക്കെ ഇങ്ങനെ വച്ച് വൈകിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ആരോഗ്യ വകുപ്പ് ഇങ്ങനെ വല്ലാത്ത അനാസ്ഥകൾ കാണിച്ചു കൂട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി അടുത്ത മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നമുക്കറിയാം കനത്ത മഴയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മഴ നിന്ന് പെയ്യുകയായിരുന്നു. പക്ഷേ ഇന്ന്, അതായത് സ്കൂൾ തുറക്കുന്ന ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യ മണിക്കൂറിൽ. എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്നറിയില്ല. പ്രേക്ഷകർ കമൻ്റ് ഇട്ടാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ നനയിക്കാനായി ആരെങ്കിലുമൊക്കെ എത്തിച്ചേരുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇന്ന് പ്രവേശനോത്സവം നടക്കാൻ പോവുകയാണ്. 9 മണി കഴിയുമ്പോഴേക്കും ആലപ്പുഴ കലവൂരിലാണ് പ്രധാനമായും പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകണം. എത്രത്തോളം ആഘോഷത്തോടെയാണ് കുട്ടികളെ വരവേൽക്കാൻ പോകുന്നതെന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. സുധീഷ്, കലവൂർ സ്കൂളിൽ പ്രവേശനോത്സവം നടക്കാൻ പോകുന്നു. വലിയ ആഘോഷങ്ങളോടുകൂടിയാണ് നമ്മൾ കുട്ടികളെ സ്വീകരിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്? വീണ, കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുക. ഇവിടുത്തെ 1-ാം ക്ലാസ്സിലെ ക്ലാസ് മുറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കുരുന്നുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഇന്ന് ക്ലാസ്സിൽ ഇവരെ സ്വാഗതം ചെയ്യുന്നതോടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയാണ് ഈ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള തൊപ്പിയും മറ്റ് അലങ്കാര വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ കുട്ടികൾക്കെല്ലാം വേണ്ടി മറ്റ് മധുരങ്ങളടക്കം വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഈ പ്രവേശനോത്സവത്തിൽ 1-ാം ക്ലാസ്സിലെ ആദ്യ ക്ലാസ് ആരംഭിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കുവാണ്. അധ്യാപകരടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞു. കുരുന്നുകൾ 6-7 കുട്ടികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തൊപ്പിയും മറ്റുമായിരിക്കും അവർക്ക് അലങ്കാര വസ്തുക്കളായി നൽകുക. അത് ഏതാണ്ട് 9 മണിയോടെയാണ് കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ് ഉണ്ടാവുക. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതിനു മുമ്പ് 8:30യോടുകൂടി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. അതിനുശേഷമാണ് കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ്. 9 മണിക്ക് വരെ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ പ്രവേശനോത്സവ ഗാനം ആലപിക്കും. അത് ഒരു വിദ്യാർത്ഥി തന്നെ എഴുതിയ ഗാനമാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 9:50ഓടെയാവും സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആരംഭിക്കുക. ഇപ്പോൾ ഈ ക്ലാസ് മുറി ആകെ തന്നെയും അലങ്കരിച്ചിട്ടുണ്ട്. പൂക്കളും മറ്റും വെച്ചും അത് നിർമ്മിത പൂക്കളും മറ്റും വെച്ച് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ക്ലാസ് മുറിയെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് കുട്ടികളോട് തന്നെ അവർക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർ കിടക്കും. മോളെ, സന്തോഷമായിട്ടാണോ എത്തിയത്? ആരാ കൊണ്ടുവന്നത് മോളെ? ആണോ? വിഷമമുണ്ടോ സ്കൂളിലോട്ട്? സന്തോഷമാണോ? സന്തോഷമായിട്ടാണ് കുട്ടികൾ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. മോൻ്റെ പേരെന്താ? എവിടെ, അടുത്താണോ വീട്? പുതിയ ക്ലാസ് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഓരോ കുട്ടികളും വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് 1-ാം ക്ലാസ്സിലെ പ്രവേശനോത്സവത്തിൽ പങ്കുചേരാനായി എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് കുട്ടികൾ. പണ്ടൊക്കെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു കരച്ചിലും മറ്റും കുട്ടികൾ കാണാമെങ്കിൽ ഇന്ന് എല്ലാവരും വളരെ ഒരുങ്ങി സന്തോഷവാന്മാരായിട്ടാണ് എത്തിയേക്കുന്നത്. മോൻ്റെ പേരെന്താ? ഈ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ആരൊക്കെയാ കൂട്ടുകാര്? കൂട്ടുകാരുടെ പേരെന്താ? അഭിനന്ദാണോ കൂട്ടുകാരൻ? അങ്ങനെ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കുട്ടികൾ. ആ രീതിയിൽ ഇന്ന് സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുകയാണ്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ആലപ്പുഴയിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുമ്പോൾ തന്നെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. അത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ നിരവധി സ്കൂളുകളിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുന്നില്ല എന്നത് ദുഃഖകരമായൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇവിടെ കുട്ടനാട് താലൂക്കിനും അതോടൊപ്പം തന്നെ പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ക്യാമ്പ് നടക്കുന്ന വിയവരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ നിരവധി സ്കൂളുകൾ ക്യാമ്പ് നടക്കുന്നുണ്ട്. അത്തരം സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം നടക്കില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ.
ശരി സുധീഷ്, വളരെ മനോഹരമായ കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ സ്മാർട്ടായിട്ട് വന്നിരിക്കുകയാണ് കുട്ടികൾ. വളരെ നേരത്തെ തന്നെ 1 മണിക്കൂർ മുമ്പേ വന്നു. ഒരു പ്രശ്നവുമില്ല. കൂട്ടുകാരെയൊക്കെ ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു. അവർ വലിയ ആഘോഷത്തിലും വലിയ സന്തോഷത്തിലും ഒക്കെ. ക്യാമറ വളരെ അടുത്തെത്തുമ്പോൾ ക്യാമറ നോക്കി വളരെ നന്നായി ചിരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരത്രത്തോളം ആഹ്ലാദത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ശാലിനിയിലേക്ക് കൂടി ഒന്ന് പോകാം. തിരുവനന്തപുരത്താണ് ശാലിനി ഉള്ളത്. ശാലിനി, ഇപ്പോൾ കലവൂരിലെ ഈ പ്രവേശനോത്സവം നടക്കുന്ന സ്കൂളിൽ നിന്നാണ് സുധീഷ കാഴ്ചകൾ കാണിച്ചു തന്ന. വളരെ വർണ്ണശബളമായ തൊപ്പിയെല്ലാം അവിടെ ഉണ്ട്. അവർ അതെല്ലാം സ്വീകരിക്കാൻ, ഈ ആഘോഷങ്ങളിലേക്ക് മുഴുവൻ പോകാനായി തയ്യാറായി നല്ല സുന്ദരി സുന്ദരന്മാരായി ഒരുങ്ങി വന്നിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ശാലിനിയുടെ ചുറ്റുമുള്ള കാഴ്ചകൾ? വീണ, സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നിടത്ത് കുട്ടികൾ എത്തിയെങ്കിൽ ഇവിടെ അധ്യാപകരൊക്കെ എത്തി കുട്ടികളെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലൊക്കെയാണ്. ഇവിടെ ഒരേ നിറത്തിലുള്ള സാരികളൊക്കെ ഉടുത്ത് വന്ന എല്ലാ ടീച്ചർമാരും ഒറ്റ ഡ്രസ് കോഡിൽ നിൽക്കുകയാണ് അവരുടെ കുഞ്ഞു മക്കളെയൊക്കെ സ്വീകരിക്കാൻ. ഒപ്പം തന്നെ അവർക്ക് നൽകാനുള്ള സമ്മാന പൊതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രമീകരണങ്ങൾ നടത്തുകയാണ്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. സാറേ, 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുഞ്ഞു മക്കൾ വരികയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? കുഞ്ഞുമക്കളെ വരവേൽക്കാനായിട്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനകത്ത് വൈവിധ്യമുള്ള നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മൊത്തം മാറ്റി സ്കൂൾ മൊത്തം പുതിയതായിട്ട് ടൈല് പാകി വൃത്തിയാക്കി, സ്കൂൾ മൊത്തം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ 1-ാം ക്ലാസ്സിൽ വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച പഠന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പുതുവർഷത്തെ വരവേൽക്കാനും പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ കുഞ്ഞുങ്ങൾക്കും നവങ്ങളായ അനുഭവങ്ങൾ സമ്മാനിക്കാനും പൂർണ്ണതോതിൽ കോട്ടറങ്കൽ LP ഒരുങ്ങിയിട്ടുണ്ട്. സമ്മാനം കൊടുക്കുന്ന പ്രധാനപ്പെട്ടത് ഹരിത വിദ്യാലയമാണ് നമ്മുടേത്. അതിനായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നതിനായിട്ട് HLL സ്പോൺസർ ചെയ്ത വാട്ടർ ബോട്ടിൽ, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക് ടൈപ്പ് ബാഗും പഠനോപകരണങ്ങളും വേറെ. സൂചിപ്പിച്ചതുപോലെ സാർ അവസാനഘട്ട ഒരുക്കത്തിൻ്റെ തിരക്കിലായിരുന്നു. നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രേക്ഷകർക്ക് അധ്യാപകരൊക്കെ ഇവിടെ വന്ന് ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർമാരൊക്കെ ഉണ്ട്. സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള സമ്മാന പൊതികളുണ്ട്, ഒപ്പം തന്നെ ബാഗുകളുണ്ട്, അവർക്ക് വേണ്ട വാട്ടർ ബോട്ടിലുണ്ട്, ഒപ്പം തന്നെ ബുക്കുകളുണ്ട്, തൊപ്പികളുണ്ട്. നമ്മൾ വർണ്ണത്തൊപ്പികൾ എന്ന് പറയപ്പെടുന്ന ആ വർണ്ണത്തൊപ്പികളൊക്കെ ഇവിടെ തയ്യാറാക്കി അധ്യാപകർ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ബലൂണൊക്കെ കെട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു. വളരെ നിറങ്ങൾ ചാലിച്ച ഒരു അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വർണ്ണത്തൊപ്പികൾ അവർക്ക് വേണ്ടി കൊടുക്കാനായി അവരുടെ തലയിൽ അണിയിച്ച് അവരെ ഈ സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള തൊപ്പികൾ ഇവിടെ തയ്യാറാണ്. ഒപ്പം തന്നെ ക്രയോണുകൾ അവർക്ക് അവരുടെ ജീവിതത്തിലെ അവരുടെ ആദ്യത്തെ സമ്മാനമായി, സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനമായി നൽകാൻ ക്രയോണുകളും ഒപ്പം തന്നെ പെൻസിലും പേനയും വാട്ടർ ബോട്ടിലും ഒക്കെയായി അവർക്ക് വലിയ സന്തോഷത്തോടു കൂടി ഒരു സ്വീകരണം നൽകാൻ, വലിയ ഓർമ്മകളാക്കി മാറ്റാൻ, ഈ ഒരു ദിനത്തെ ഓർമ്മകളാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ സ്കൂളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കും ഒരു തയ്യാറെടുപ്പിലേക്കും ഒക്കെ തന്നെ പൂർത്തീകരിക്കുന്നുണ്ട്. ഏകദേശം 80-ലധികം വിദ്യാർത്ഥികളാണ്, കുഞ്ഞുമക്കളാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരെയൊക്കെ അത്രയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീനിയർ വിദ്യാർത്ഥികളൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ എത്തി ഈ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമാകുന്നുണ്ട്. അധ്യാപകരുണ്ട്. മൺചിരാതുകൾ കത്തിച്ച് ആ മൺചിരാതുകളിൽ വെളിച്ചം നൽകി അക്ഷരത്തിൻ്റെ ലോകത്തേക്ക്, അവരെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക്, നല്ല ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റാനാണ് ഓരോ അധ്യാപകരും ശ്രമിക്കുന്നത്. ടീച്ചർമാരൊക്കെ ഈ 1-ാം ക്ലാസ്സിലേക്ക് അധ്യാപകരാണ്. ടീച്ചറെ, ഇന്നിപ്പോൾ കുഞ്ഞു മക്കൾ വരികയാണ്, ആദ്യമായിട്ട് അവരുടെ ഒരു അക്ഷര ലോകത്തേക്ക് അവർ പിച്ച വെക്കാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത് ഈ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മക്കളെ കാണുന്ന സന്തോഷം? ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവർ വരണം, നല്ലപോലെ പഠിക്കണം, നാടിൻ്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളവരെ ആശംസിക്കുന്നു. 1-ാം ക്ലാസ്സിലൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു അവരെ? 1-ാം ക്ലാസ്സിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചുവർചിത്രങ്ങളെല്ലാം തന്നെ പാഠപുസ്തകവുമായി ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ബാഗായാലും വാട്ടർ ബോട്ടിലായാലും പുസ്തകങ്ങളായാലും എല്ലാം ഒരുക്കി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ.
അവരൊക്കെ അവരുടെ മക്കളെ കാണാനുള്ളൊരു ആകാംക്ഷയിലാണ്. കാരണം വീട് വിട്ടാൽ അവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഈ സ്കൂളുകളിലാണ്, ഈ സ്കൂളുകളുടെ ഈ ചുവരുകൾക്കുള്ളിലാണ്. അപ്പോൾ അവരെ അത്രയധികം സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് അവർ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ പ്രധാന അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 2 ആഴ്ച ഈ കുഞ്ഞു മക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി. കാരണം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി, ഒപ്പം തന്നെ മയക്കുമരുന്ന്, അത്തരത്തിലുള്ള വിപത്തുകൾ, ഒപ്പം തന്നെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, ഇതൊക്കെ വർദ്ധിച്ചു വരുന്നു. അപകടങ്ങൾ ഉണ്ടാകുന്നു, ആത്മഹത്യാ പ്രേരണ ഉണ്ടാകുന്നു. ഇതൊക്കെ മറികടക്കാനുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ഇനിയുള്ള 2 ആഴ്ച നടക്കാൻ പോകുന്നത്. എന്തായാലും ക്ലാസ്സുകളൊക്കെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടതാണ് വീണ. അതേപോലെ തന്നെ മനോഹരമാക്കി ക്ലാസ്സുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും, അതായത് അവരുടെ പാഠപുസ്തകത്തിലുള്ള അതേ ചിത്രങ്ങൾ വരച്ച് ഈ പെയിന്റൊക്കെ അടിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ കുഞ്ഞു മക്കളെ കാണാൻ. ഈ വർണ്ണ കാഴ്ചകൾ അവർ ഇതിനു മുമ്പ് എത്രയൊക്കെ കണ്ടിട്ടുണ്ടോ അതിനെയൊക്കെ മുകളിൽ നിൽക്കുന്ന കാഴ്ചകളായിരിക്കണമല്ലോ സ്കൂളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് അത്തരത്തിലൊക്കെ അവിടെ ഉള്ള കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഏതായാലും ആ കുട്ടികൾ എത്തി തുടങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും വരാം ശാലിനിയിലേക്ക്. മുനമ്പം സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സമരസമിതി. ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെയാണ് സമരം. നിരാഹാര സമരം 233 ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സമരം വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ഏതൊക്കെ തലത്തിലേക്കാണ് ഈ സമരത്തിന്റെ സ്വഭാവം മാറുക? വീണ, 233 ദിവസമായ ഇന്നു മുതൽ ഈ നിരാഹാര സമരം അത് വേറൊരു ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ മുനമ്പത്തെ സമരസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് ഈ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സമര പരിപാടികൾ സംഘടിപ്പിക്കുക. വിവിധ രൂപതകളുടെയും സഭകളുടെയും പിന്തുണ ഈ സമരത്തിന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം 232 ദിവസമായ ഇന്നലെ മുനമ്പത്ത് നടന്ന ഒരു പ്രത്യേകമായിട്ടുള്ള നിരാഹാര സമരത്തിൽ നടന്ന ഒരു കൂട്ടായ്മ, അതായത് വിവിധ സഭകളുടെയും KRLCC, KCBC, അതോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപത, കോട്ടപ്പുറം രൂപത, ഇവരുടെയൊക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇന്നലെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മയിലടക്കം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സമരം കൂടുതൽ ശക്തമാക്കുക. കാരണം നിലവിൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു നിഗമനം ആണ് നിലവിൽ മുനമ്പത്തെ സമരസമിതിക്ക് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള നീക്കം. അതുമാത്രമല്ല, ഇന്നലെ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, അതായത് കോട്ടപ്പുറം രൂപത മെത്രാനായിട്ടുള്ള അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞത് കൃത്യമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ നടപടികൾ വേഗം കൈക്കൊള്ളണം. കാരണം 232 ദിവസത്തോളമായിട്ട് ഒരു ജനത സമരം ചെയ്യുകയാണ്. വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള സമരമാണിത്. മൊത്തത്തിൽ രാജ്യം ഒന്നാകെ ഈ ഒരു സമരത്തെ ഏറ്റെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ സർക്കാരിൻ്റെ നടപടികൾ വൈകുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്നലെ ആ പ്രതിഷേധ കൂട്ടായ്മയിൽ ഉയർന്നു വന്ന ഒരു ആക്ഷേപം. എന്തായാലും ഇക്കാര്യത്തിൽ സമരം ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ടേംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്തേക്ക് മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ആ റിപ്പോർട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൽ നിലവിൽ ഉന്നയിക്കപ്പെട്ടുള്ള ശുപാർശകൾ എന്ന് പറയുന്നത് മുനമ്പത്തെ ജനതയെ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ കൈക്കൊള്ളണമെങ്കിൽ ഇനി ഹൈക്കോടതിയുടെ അനുമതി അത്യാവശ്യം തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ വിലക്കുണ്ട് ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്മേലുള്ള വിലക്ക് അത് മാറ്റിയതിന് ശേഷം മാത്രമേ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാനാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ടേംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. അതുകൊണ്ട് ഈ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് സർക്കാരിൻ്റെ നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളണം എന്നുള്ളൊരു ആവശ്യം മുൻനിർത്തി ഈ വിവിധ സഭകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനമെമ്പാടും വ്യാപിപ്പിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് മുനമ്പത്തെ സമരജനത കടക്കുന്നത്. ഓക്കെ, ശരി രേഷ്മ. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും അടഞ്ഞുകിടക്കുകയാണ് കൽപ്പറ്റ മുണ്ടേരിയിലെ മുനിസിപ്പൽ പാർക്ക്. നാളുകളായി കാടുമൂടി കിടക്കുകയാണ് ഇവിടെ. പാർക്ക് നവീകരിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകി, പക്ഷേ നവീകരണം എവിടെയും എത്തിയില്ല.
2023 മെയ്യിലാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാർക്ക് ഇന്ന് കാട് മൂടിക്കിടക്കുകയാണ്. പാർക്കിനുള്ളിലെ ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. പാർക്ക് നവീകരണത്തിനായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയിരുന്നു. നവീകരണ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും പണമടക്കാത്തതിനാൽ KSEB ഫീസ് ഊരിയതോടെ നവീകരണം വീണ്ടും പാതിവഴിയിലായി. കൽപ്പറ്റ നഗരസഭയിലെ 3-ാം വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാർക്കിൻ്റെ അവസ്ഥയാണിത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒട്ടനവധി കുട്ടികളും പ്രദേശവാസികളൊക്കെ വന്ന് ഇവിടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ വലിയൊരു ഫണ്ട് വെച്ചുകൊണ്ടാണ് ഈ പാർക്കിൻ്റെ നവീകരണം നടന്നത്. എന്നാൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർക്ക് നവീകരിച്ചിട്ടിൻ്റെ യാതൊരു ഗുണവും ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥയിൽ ഈ പാർക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ പാർക്ക് ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റി തീർക്കണമെന്നാണ് അധികൃതരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാർക്കാണ് ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഏതു സമയവും അപകടം സംഭവിക്കാവുന്ന പാർക്കിലേക്ക് സമീപ പ്രദേശത്തുള്ള കുട്ടികൾ എത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പാർക്ക് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്. മറ്റു റിപ്പോർട്ടിലേക്ക് പോയാൽ പെരിയാറിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളി യഥാസമയം നീക്കം ചെയ്യാത്തത് വലിയ പ്രതിസന്ധിയാണ്. അത് മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും ഉണ്ടാക്കുന്നത്. എക്കൽ അടിഞ്ഞുകിടക്കുന്നത് മത്സ്യമേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. പലതവണ അധികൃതരോട് ഇത് സംബന്ധിച്ച് പരാതികൾ നാട്ടുകാർ പറഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം. 2018 മഹാപ്രളയത്തിന് ശേഷം പെരിയാറിന്റെ സ്വാഭാവിക ഒഴുക്ക് പേരിനു മാത്രമാണ്. ഡാമിലെ ചെളി അപകടമാം വിധം ആറിൽ അടിഞ്ഞുകിടക്കുന്നു. പുഴയുടെ ആഴവും കുറഞ്ഞു. ഇത് സമസ്ത മേഖലകളെയും പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പോൾ ജീവിതം എന്ന് പറയുമ്പോൾ പെരിയാറിന്റെ തീരത്താണ് ഈ പ്രദേശങ്ങൾ. വരാപ്പുഴ പഞ്ചായത്ത്, കടമാക്കുടി പഞ്ചായത്ത്, കൂട്ടുപള്ളി പഞ്ചായത്ത്, ഏഴിക്കര പഞ്ചായത്ത്. ഈ മേഖല എന്ന് പറയുന്ന സമയത്ത് മത്സ്യമേഖല വേണം. 5 മാസം മത്സ്യമേഖലയും 6 മാസം പൊക്കാളി കൃഷി. ഇപ്പോൾ ശരിക്കും പൊക്കാളി കൃഷി ഇറക്കേണ്ട സമയമാണ്. കാരണം വെച്ചാൽ എക്കല വന്ന് കൂടിയതിൻ്റെ പേരിൽ വെള്ളം പറ്റില്ല. നേരത്തെ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ സമയത്തൊക്കെ ഈ പാടത്ത് ഫുട്ബോൾ കളിച്ച് കിടക്കും, വെള്ളം പറ്റി ഉണങ്ങി കിടക്കും. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്ന് എക്കല് വന്നിട്ട് മൊത്തം ഇപ്പോൾ ചാത്തനാട് പുഴയിലൊക്കെ നോക്കുക. നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മയിൽ വെച്ചാൽ ഈ ചാത്തനാട് ഭാഗത്തു നിന്നൊക്കെ ബോട്ട് ഉണ്ടായിരുന്നു എറണാകുളത്തേക്ക്. ഇന്നൊരു വഞ്ചി പോകാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വഞ്ചി എക്കലായിട്ട് കയറി വഞ്ചി പോകാൻ പറ്റില്ല, അങ്ങോട്ടേക്കാട്ട് പോകാൻ പറ്റില്ല. മത്സ്യകൃഷി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയെന്ന് കർഷകരും പറയുന്നു. ഏറ്റവും കൂടുതൽ മത്സ്യമേഖല കെട്ട് ചെമ്മീൻ. അപ്പോൾ നമ്മളൊക്കെ ചെമ്മീൻ കിട്ടെടുക്കുന്ന ആളുകളാണ്. 5 മാസം കൊണ്ട് ചെമ്മീൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ സംബന്ധിച്ച് വെള്ളം കയറ്റിറക്കില്ലെങ്കിൽ ഈ കൃഷി നമുക്ക് കൊടുത്ത പൈസയും പോകും. നമ്മൾ ഇവിടുത്തെ കടം മേടിച്ചിട്ട് പൈസ കൊടുക്കണം ഈ നിലവുടമകൾക്ക്. ആ പൈസൻ്റെ ഒരു ഭാഗം, ഒരു 4/1 ഭാഗം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് വരാപ്പുഴ മേഖലയിലും കുറേ ആളുകൾ കടം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടമായ അവസ്ഥ പലതവണ അധികൃതരെ ബോധ്യപ്പെടുത്തി, സമരവും ചെയ്തു. പക്ഷേ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്ന് മാത്രം. ജനം, കൊച്ചി. പ്രാദേശികമായുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. പാലക്കാട് കാവശ്ശേരി പത്തനാപുരം. അവിടെ ജനങ്ങൾക്ക് ദുരിതയാത്രയാണ്. ഗായത്രി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ബദൽപാത ശക്തമായ മഴയിൽ ഒലിച്ചു പോയതോടെയാണ് ജനങ്ങൾ ദുരിതത്തിലായത്. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1 വർഷത്തോളമായി കാവശ്ശേരി പത്തനാപുരത്ത് ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട്. പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ പുഴയ്ക്ക് കുറുകെ ബദൽപാതയായിരുന്നു ജനങ്ങളുടെ യാത്രാ സംവിധാനം. എന്നാൽ തുടർച്ചയായ 2ാം തവണയും ശക്തമായ മഴയിൽ ബദൽപാത ഒലിച്ചുപോയതോടെ പുഴ മുറിച്ചു കടക്കാനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് പത്തനാപുരം, തോണിപ്പാടം, തോടുകാട്, മാട്ടുമല, അമ്പലക്കാട്, ഞാറക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ. ഞങ്ങളുടെ പഴയ അവസ്ഥ തന്നെ. കഴിഞ്ഞ കൊല്ലം എന്താ സംഭവിച്ചത് അതേപോലെ തന്നെ അപ്രോച്ച് റോഡുകളൊക്കെ മറ്റേ ബദൽ റോഡുകൾ പോയി. ഇപ്പോൾ നടക്കായി, വരുമാനം ഇല്ലാണ്ടായി. വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഒരു റോഡുള്ളതെന്നാണ് വളരെ മോശമായിട്ട് കിടക്കുന്നു. ഒരു ആറാപ്പുഴ റോഡ്. ആ റോഡ് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ വഴിക്ക് പോകാമായിരുന്നു. അപ്പോൾ ആ റോഡും വളരെ മോശമായിട്ട് കിടക്കണം. വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തിലാണ്. മഴ ശക്തമാണ്. മുന്നേ ഓഗസ്റ്റ് മാസത്തിൽ, ഇന്നിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല മഴ വരുന്ന സമയമില്ല. അതിന് മുന്നേ പാലം പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ. ആശുപത്രിക്കോ മറ്റോ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ.
അതിൽ തന്നെ ആറാപ്പുഴ വെങ്ങന്നൂർ റോഡാണ് പ്രധാന ആശ്രയം. എന്നാൽ ഈ റോഡും പൂർണ്ണമായി തകർന്ന സ്ഥിതിയിലാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് എന്തായാലും വരാനും പോകാനും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ കാലത്ത് വൈകിട്ട് എനിക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ഇത്ര ചുറ്റി വളഞ്ഞിട്ടാണ് പോണത്. ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 നേരം ഡ്രസ്സിങ് ചെയ്യാനൊക്കെ പോകാനൊക്കെ അപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ഓട്ടോറിക്ഷ ഓടാനുള്ള സംവിധാനങ്ങളും ചെയ്താൽ ഉപകാരപ്പെടുമായിരുന്നു. കാരണം വെച്ചാൽ വരാനും പോകാനും ബുദ്ധിമുട്ടല്ലേ. എത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി തരിക, അത്രയേ ഉള്ളൂ. വരും മാസങ്ങളിൽ മഴ കൂടുതൽ കനക്കാൻ സാധ്യതയുള്ളതിനാൽ പുതുതായി നിർമ്മിച്ച പാലത്തിലേക്കുള്ള പ്രവേശന പാതയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം വെങ്ങന്നൂർ പാലം കൂടി മുങ്ങിയാൽ തങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാവുമെന്നും നാട്ടുകാർ പറയുന്നു. ജനം, പാലക്കാട്. നമ്മളിവിടെ കാലവർഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നു, പരാതി പറയുന്നു. ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ 2 ദിവസമായി കാലവർഷം മാറി നിൽക്കുകയുമാണല്ലോ. പക്ഷേ രാജ്യത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ അവിടെ തുടരുകയാണ്. പ്രത്യേകിച്ച് അസം, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം വലിയ തോതിലുണ്ട്. മാത്രമല്ല മണ്ണിടിച്ചിലും 50 പേർ മരിച്ചു എന്ന റിപ്പോർട്ടാണ്. അസമിൽ മാത്രം 34 പേർ മരിച്ചു. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 1500-ലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. റോഡ്, റെയിൽ ഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, നല്ല വാർത്തകളല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മരണങ്ങൾ സംഭവിക്കുന്നു എന്നത്. 50-ലധികം മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ രാവിലെയും കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണ്? വീണ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് ലഭിക്കുന്നത്. ഇതുമൂലം ഇവിടുത്തെ ഈ 5 സംസ്ഥാനങ്ങൾ, പ്രധാനമായും അരുണാചൽ പ്രദേശ്, ആസാം, ത്രിപുര അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ ജനജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയാണ്. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് അസം ജനതയാണ്. അസമിൽ ബ്രഹ്മപുത്ര അടക്കമുള്ള നദികളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. ഏതാണ്ട് 15-ലധികം ജില്ലകളിലാണ് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാണ്. മാത്രമല്ല ഒട്ടുമിക്ക റോഡുകളും വെള്ളത്തിനടിയിലാണ്. അതേപോലെ തന്നെ പാലങ്ങൾ തകരുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ അസമിൽ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ മഴ ഇപ്പോൾ വിതച്ചിരിക്കുന്നത്. അവിടെ ഇന്ന് രാവിലെയും വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് അസമിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ നദികളിലും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ കേന്ദ്ര ജല കമ്മീഷൻ അവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. 2 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 10-ലധികം ജീവനുകളാണ് അവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സിക്കിമിനും സ്ഥിതി സമാനമാണ്. സിക്കിമിലും കനത്ത മഴയാണ് ലഭ്യമാകുന്നത്. അവിടെ സിക്കിമിലും മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. 2 ഇടങ്ങളിൽ സിക്കിമിലും മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 15ഓളം മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മാത്രമല്ല അവിടെ ഏതാണ്ട് 1500-ലധികം ടൂറിസ്റ്റുകൾ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി മറ്റ് വഴികളില്ല. റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ മറ്റെവിടേക്കും മാറ്റാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത്. അതേസമയം സർക്കാർ വ്യക്തമാക്കുന്നത് സ്ഥിതി അല്പം ശാന്തമായാൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ്. ഏതായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ ഏതാണ്ട് 1500-ലധികം പേരാണ് സിക്കിമിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ മിസോറാമിലും സ്ഥിതി സമാനമാണ്. മിസോറാമിലും അതിശക്തമായ മഴയാണിപ്പോൾ ലഭിക്കുന്നത്. ഇങ്ങനെ 5 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും വലിയ മഴക്കെടുതി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വീണ, ശരി നന്ദൻ. അതേസമയം നമ്മുടെ ഇവിടുത്തെ കാലവർഷത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് ചോദിക്കാം. ശക്തി കുറയുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ മാത്രം യെല്ലോ അലേർട്ട് നിലനിൽക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, മഴ 1-2 ദിവസമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ 2 ജില്ലകളിൽ, അതായത് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്ത മഴ ഉണ്ടായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ടെങ്കിലും നിലനിൽക്കുന്നത്. മറ്റിടങ്ങളിൽ മഴ മുന്നറിയിപ്പുകളില്ല. അപ്പോൾ എന്താണ് കാലവർഷം 2 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നു എന്ന് കരുതണോ? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്?
വീണ, തീർച്ചയായും സംസ്ഥാനത്തെ കാലവർഷത്തിൻ്റെ ശക്തി കുറയുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശക്തി കുറയുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഇത് ഈ ഒരു പ്രതിഭാസം എന്ന് വേണം മനസ്സിലാക്കിയിരിക്കുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ നിന്ന് മഴയുടെ ഒരു അന്തരീക്ഷം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പച്ച അലർട്ട്, അതായത് നിലവിൽ ശാന്തമാണ് എന്ന് സൂചിപ്പിക്കുന്ന പച്ച അലർട്ട് മാത്രമാണ് തെക്കൻ കേരളത്തിലുള്ളത്. മഴയുടെ ഒരു സാന്നിധ്യം ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഉള്ളത് വടക്കൻ കേരളത്തിലാണ്, മലബാർ മേഖലയിലാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണിപ്പോൾ മഴ മുന്നറിയിപ്പടക്കം നൽകിയിരിക്കുന്നത്. അതും അതിതീവ്ര മഴ മുന്നറിയിപ്പൊന്നുമല്ല നിലവിലുള്ളത്. യെല്ലോ അലർട്ടാണ്. ഇന്ന് 2 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്. നാളെ 4 ജില്ലകൾക്കും, നാളെയും മറ്റന്നാളും 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 4 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുവേ തെളിഞ്ഞ ആകാശം തന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെയായിരുന്നു. 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പതിവിൽ നിന്നും, അതായത് സാധാരണയിൽ നിന്നും 8 ദിവസം നേരത്തെയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയത്. കാലവർഷം എത്തിയതിന് പിന്നാലെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദം കൂടിയായതോടുകൂടി പരക്കെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴക്കെടുതി 200 കോടിക്ക് മുകളിലേക്ക് എത്തിയതായിട്ടാണ് നിലവിലെ വിവരം. കൃഷിനാശം, കുട്ടനാട് മേഖലകളിലടക്കം കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ KSEBക്ക് കീഴിലുള്ള ഒട്ടുമിക്ക ഡാമുകൾക്കും അണക്കെട്ടുകൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ മഴക്കെടുതി രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ നിലയിൽ നിന്നും ഇരട്ടിയിലധികം മഴയാണ് ഈ വർഷം നമുക്ക് ലഭിക്കുകയും ചെയ്തത്. നിലവിൽ ലഭിക്കേണ്ടതിൽ നിന്നും ഇരട്ടിയിലധികം മഴ ഈ വർഷം ഈ ഒരു 1.5 ആഴ്ച കാലം കൊണ്ട് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒന്ന് ശാന്തമായി നിൽക്കുന്നൊരു സാഹചര്യം നിലവിലുള്ളത്. ശക്തി കുറയുന്ന കാലവർഷത്തിൻ്റെ ശക്തി ഒന്ന് കുറയുന്നൊരു സാഹചര്യമാണുള്ളത്. പിന്നീട് വീണ്ടും അത് നേരത്തെ കാലാവർഷ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചിരുന്നു. കാരണം ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമ്മുടെ സംവിധാനത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ പ്രളയ മുന്നറിയിപ്പ് പോലും നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെ ത്രൂ ഔട്ടായിട്ട് മഴ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ അത് പ്രളയ സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടാൻ സംസ്ഥാനത്ത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം ഈ കാലത്തിന് ശേഷം ഈ ഒരു പ്രതിഭാസം ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് മഴ ശക്തമായി പെയ്യുകയും അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം മഴ ഇല്ലാതിരിക്കുന്ന സമയം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ട് ശക്തമായി പെയ്യും. ഇങ്ങനൊരു രീതിയാണ് കാലവർഷത്തിൻ്റെ രീതി എന്നാണ് അന്ന് പറഞ്ഞത്, ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 ദിവസമായിട്ട് തെളിഞ്ഞ ആകാശമാണ് തെക്കൻ ജില്ലകളിലെല്ലാം ഉള്ളത്. മഴ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലെ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് മലബാർ മേഖലകളിലെ 4 ജില്ലകൾക്കാണ്. കോഴിക്കോട് മുതലുള്ള കാസർഗോഡ് വരെയുള്ള 4 ജില്ലകൾക്കാണ്. അതിൽ 4 ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ. അതിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥയുടെ ഒരു മാറ്റത്തിനനുസരിച്ച് ചിലപ്പോൾ ആ യെല്ലോ അലർട്ട് മാറി വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 2 ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. പൊതുവേ മഴ കുറഞ്ഞ അന്തരീക്ഷം തന്നെയാണ് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നത്. വീണ, ശരി പ്രശാന്ത്. ഏതായാലും കാലവർഷം 2 ദിവസത്തേക്കുള്ള ശക്തി കുറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് 2 ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണുള്ളത്. പക്ഷെ വരും ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോ ദിവസവും. സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തേക്ക് വീണ്ടും വന്നാൽ നമുക്കറിയാം, കോവിഡ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കണക്കുകൾ കേരളത്തിലാണ് എന്ന് നമുക്ക് പറയാം. അതിനൊപ്പം അതിൻ്റെ പിന്നാലെ 2 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആരോഗ്യവകുപ്പിന് ഇത് സംബന്ധിച്ച് മൗനമാണ്. കോവിഡ് സാഹചര്യവും മരണങ്ങളും സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങൾ പോലുമില്ല. കേരളത്തിൽ പ്രത്യേക കോവിഡ് കണക്കെടുപ്പും നിരീക്ഷണവും നടത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും മൗനം കൂടി ഉണ്ടാകുന്നത്. പ്രശാന്ത് തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകുന്നതിന്. പ്രശാന്ത്, മുമ്പൊക്കെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം കൃത്യമായ ഒരു കണക്കെടുപ്പുണ്ടായിരുന്നു, നിരീക്ഷണം ഉണ്ടായിരുന്നു, ഇത് പൊതുജനങ്ങളെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു തരത്തിലും ഇത്ര വലിയ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഒരു തരത്തിലൊരു അറിയിപ്പും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകുന്നില്ലല്ലോ. എന്താണ് സംഭവം? രാജ്യത്ത് ആകമാനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 3395 കോവിഡ് കേസുകളാണ്.
നിലവിൽ ആക്റ്റീവ് കേസുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 1336 പേരും സംസ്ഥാനത്ത് നിന്ന്, അതായത് പകുതിയിലധികം പേരും സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നുള്ള രോഗികളാണ്, അല്ലെങ്കിൽ കേരളത്തിലാണ് ഈ രോഗത്തിൻ്റെ പകുതിയിലധികം ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇത് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒമിക്രോൺ വകഭേദമാണ് ഇപ്പോൾ നിലവിൽ പടർന്നു പിടിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 2 മരണവും സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നു എന്നൊരു ദൗർഭാഗ്യകരമായ വാർത്തയുമുണ്ട്. എന്തായാലും ഇത്രയും സ്ഥിതി സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്ന സമീപനം വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെയും നേരത്തെ വീട് സൂചിപ്പിച്ചതുപോലെയുള്ളൊരു ജാഗ്രതാ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കണക്കുകളിൽ പോലും ഒരു അവ്യക്തത തുടരുന്ന സാഹചര്യമുണ്ട്. കൃത്യമായ രീതിയിൽ ഇതിൻ്റെ കണക്കുകൾ പോലും നടത്താത്തൊരു സാഹചര്യമുള്ളത്. ഇത് നമ്മൾ ഓർക്കണം, രാജ്യത്തെ 3000 കോവിഡ് രോഗികളാണുള്ളതെങ്കിൽ അതിൽ പകുതിയിലധികവും ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്നാണ് ഏറ്റവും ജാഗ്രതയോട് കാണേണ്ട ഒരു സാഹചര്യമെന്ന് പറയുന്നത്. നിലവിൽ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ജാഗ്രതാ സാഹചര്യമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. നമുക്കറിയാം 2020 കാലഘട്ടത്തിൽ 2021 കാലഘട്ടത്തിലൊക്കെ എപ്രകാരമാണോ കോവിഡ് കണക്കുകൾ വലിയ തോതിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുമ്പോഴും നമുക്ക് ആരോഗ്യവകുപ്പ് മൗനം പാലിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു, ഭീകരതയ്ക്കെതിരായ പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന സ്ത്രീ ശക്തിയെക്കുറിച്ച്. ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്ക് ഇന്നലെ ആരംഭിച്ച ബുള്ളറ്റ് യാത്രാ സംഘത്തിൽ 10 പേർ വനിതകളാണ് എന്നതും നമുക്ക് അഭിമാനിക്കാം. ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദത്തിന്റെ അവസാന വേരും അറുത്തെടുക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ ദേശീയതയുടെ ശബ്ദമാവുകയാണ് സ്ത്രീകൾ. അതേസമയം ഈ യാത്ര, കശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്ര കോയമ്പത്തൂരിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചലോ LOCക്ക് നേതൃത്വം നൽകുന്ന R രാമാനന്ദൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീ രാമാനന്ദൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇത്തരമൊരു യാത്രയ്ക്ക് മുൻകൈ എടുത്തതിന് നന്ദി കൂടി പറയുകയാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. സ്ത്രീ ശക്തി നിങ്ങളുടെ ഭാഗമാകുന്നു എന്നതിൽ നമുക്ക് വലിയ സന്തോഷവുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു യാത്ര, ഇത്തരമൊരു ആശയം മനസ്സിലേക്ക് വന്നത് എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? പെഹൽഗാം അക്രമത്തിന് ശേഷമാണ് ചലോ LOC എന്നുള്ളൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെ ഭീകരതയോട് യാതൊരു തരത്തിലും സന്ധി ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ധാരാളം പേര് പ്രതികരിച്ചു. ആ പ്രതികരണത്തിന്റെ ഒരു ഫലമായിട്ടൊരു സംഘടന ഉണ്ടായി, ചലോ LOC. അതിൽ സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സും. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശാരദാ ക്ഷേത്രം വരെ യാത്ര ചെയ്യുന്നത്. ചലോ LOC ടീത്വാൾ, കശ്മീരിലെ ടീത്വാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ശാരദാ ക്ഷേത്രം ഉള്ളത്. അത് ലൈൻ ഓഫ് കൺട്രോളിലാണ്. കിഷൻഗംഗയാണ് അവിടെ ലൈൻ ഓഫ് കൺട്രോൾ. അവിടം വരെ ഞങ്ങൾ യാത്രയാണ്. ഏതാണ്ട് 3600 കിലോമീറ്റർ. ഞങ്ങളിപ്പോൾ ഏതാണ്ട് സേലത്തിന് 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? എങ്ങനെയാണ് നിങ്ങളെ ഒരു സെലക്ഷൻ വന്നത്, ഇത്ര പേർ പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്? നമ്മുടെ ആശയപ്രകാരം 100 ബുള്ളറ്റുകൾ കൊണ്ട് നമ്മുടെ നിശബ്ദരാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ 100 ബുള്ളറ്റുകൾ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റുകൾ ശബ്ദിക്കും, അങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ഗ്രൂപ്പായിരുന്നു. 1000-ഓളം പേര് രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പായിരുന്നു. ഒരുപാട് സ്ക്രൂട്ടനി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, സുരക്ഷാ കാര്യങ്ങൾ, വണ്ടിയുടെ ഫിറ്റ്നസ്, ആളുകൾക്ക് സാമ്പത്തികമായി കയ്യിൽ നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഗണിച്ച് അങ്ങനെ നോക്കിയാണ് ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സംഘത്തിൽ 26 പേരാണുള്ളത്. 26 പേരാണ് റൈഡേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ മൊത്തം 48 പേരാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അക്കമ്പനി ചെയ്യുന്ന 3 കാറുകളുണ്ട്. 26 ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സംഖ്യ കൂടിയാണ്. പെഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾ 26 ആണ്. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ബുള്ളറ്റുകൾ, കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ബുള്ളറ്റുകൾ 26 ആണ്. ഇടയിൽ വെച്ചൊക്കെ ഞങ്ങളുടെ കൂടെ പല സ്ഥലത്തു നിന്നും ബുള്ളറ്റുകൾ കൂടി ചേരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് 100 എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ പുറപ്പെട്ട് ഈ സേലത്തിനടുത്ത് വരെ എത്തിച്ചേർന്നല്ലോ, എങ്ങനെയാണ്? വളരെ ശക്തമായ ഒരു സന്ദേശവുമായാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭാരതത്തിലെമ്പാടും ഈ സന്ദേശം എത്തേണ്ടതുമുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിന്റുകളിൽ നിങ്ങൾ അവിടെ തുടർന്നുകൊണ്ട് ഈ സന്ദേശം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ, അതോ തുടർച്ചയായി ഈ യാത്ര ഇങ്ങനെ LOC വരെ എത്തുക എന്നുള്ളതാണോ?
അല്ല, ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വീകരണങ്ങളൊക്കെ ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊക്കെ ദേശീയ ബോധമുള്ള പാട്രിയോട്ടിക് ഫെർവറുള്ള ധാരാളം പേരുകൾ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ പാലക്കാട് വെച്ചിട്ട് പ്രശാന്ത് ശിവൻ, കൃഷ്ണകുമാർജി ഇവരൊക്കെ ഞങ്ങളെ സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ ശൃംഗേരി ശാരദാമഠം കോയമ്പത്തൂരിലായിരുന്നു ഞങ്ങളുടെ താമസമൊക്കെ ഉണ്ടായിരുന്നത്. അവരാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത്. അവരാണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ സമന്വയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നാളെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കർണൂലിൽ അവധൂത നാഥാനന്ദജിയുടെ ഒരു സ്വീകരണം ഉണ്ട്. അതിനുശേഷം ഹൈദരാബാദില് ഭാഗ്യനഗർ അവിടെ വീണ്ടും ശാരദാപീഠത്തിന്റെ ഒരു സ്വീകരണം ഉണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇപ്പൊ ഹൊസൂർ, കൃഷ്ണഗിരി ഇവിടങ്ങളിലൊക്കെ പല പല സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ദേശീയത ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവം നിങ്ങളെ ഇനിയും മുന്നോട്ട് നയിക്കുന്നതിന് വലിയ ഊർജ്ജമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുവരെയുള്ള അനുഭവം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്നുള്ളത്. ഞങ്ങളുടെ തന്നെ ഒരു 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 സംഘത്തിന്റെ ഒരു വീര്യം ഓരോ ദിവസം കൂടി വരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നലത്തെക്കാൾ ഉഷാറിലാണ് ഇന്ന് എല്ലാവരും ഉള്ളത്. ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നതോറും നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകാൻ പോകുന്നത്. പലയിടങ്ങളിലും നിങ്ങൾക്ക് സ്വീകരണമുണ്ട്. പക്ഷേ ഈ ഒരു സന്ദേശം അവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ അവിടെ നിന്നുള്ള ആളുകളെ കൂടെ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതോ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം, മലയാളികൾ മാത്രമാണോ ഈ സംഘത്തിൽ ഉണ്ടാവുക? അല്ല, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഭാരതത്തിന്റെ മൊത്തം ഭാരതത്തിന്റെ പരിച്ഛേദം എന്ന നിലയിൽ തന്നെ എല്ലാ ഭാഗത്തുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബുള്ളറ്റ്സ് അഗൈൻസ്റ്റ് ബുള്ളറ്റ്സ് എന്നുള്ള സന്ദേശം എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട്. ഇന്നലെ തമിഴ്നാട്ടിന്റെ മീഡിയ വിങ് മുഴുവൻ വന്നിരുന്നു. അവരെല്ലാം വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ ഒരുപാട് പത്രപ്രതിനിധികളാവട്ടെ, സന്നദ്ധ സംഘടനകളാവട്ടെ, ഇവരെല്ലാം ഞങ്ങളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും കൂടെ കൂടാമെന്ന് പറയുകയും കൂടെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകും നിങ്ങളുടെ യാത്ര? 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതാണ്ട് 3600 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഇത്തരം ഒരു ആശയം ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് വന്നത് എന്ന്. ഇത്തരം ഒരു ആശയം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഈ തരത്തിൽ ബുള്ളറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് എത്തുക, അതുപോലെ സാഹസികത നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ബുള്ളറ്റിൽ യാത്ര ചെയ്യുക, LOC വരെ യാത്ര ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സാഹസികമായ ഒരു ഏരിയ കൂടി ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ടല്ലോ. അതെങ്ങനെ ചേർത്ത് വെച്ചു? ഭാരതം വീരപ്രസവിനിയാണെന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. വീരന്മാരെയും വീരസ്ത്രീകളെയും പ്രസവിച്ച നാടാണെന്നാണ് പഠിച്ചിട്ടുള്ളത്. അത് രക്തത്തിൽ ചെറിയ കുട്ടിയാകുമ്പോഴേ ഞങ്ങളുടെയൊക്കെ രക്തത്തിൽ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൊ കൂട്ടത്തിലുള്ള സ്ത്രീകളോടുകൂടി ചോദിക്കൂ, എന്താണ് അവർ ഇതിന്റെ കൂട്ടത്തിൽ കൂടാൻ കാരണം? ഇനി മുന്നോട്ട് അവരെ എങ്ങനെയാണ് നയിക്കുന്നത്? ഈ ഒരു ഊർജ്ജം അവർ എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്? കൂടാനുള്ള കാരണം റാംജിയുടെ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇതൊരു പ്രതിഷേധം പോലെയാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ ടെറർ അറ്റാക്കിൽ അങ്ങനെ ടെററിസം കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെ ഭയപ്പെടുന്ന ആൾക്കാരെല്ലാം നമ്മൾ എന്നുള്ള ഒരു സന്ദേശം കൂടി പറയണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാൻ ഒരു മീഡിയം നോക്കിയിരുന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു മീഡിയം കൂടിയായിരുന്നു അത്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് എല്ലാം ഒത്തുവന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തത്. പറഞ്ഞോളൂ. ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ കുട്ടി സഞ്ചരിക്കുന്നുണ്ട്. ഒരു കാറുണ്ട്, ആ കാറിലാണ്. ഇദ്ദേഹം ഒരു പൂജാരിയാണ് ക്ഷേത്രത്തിലെ. അദ്ദേഹത്തിന്റെ വൈഫാണ്. ഒരു ഫാമിലി സഞ്ചരിക്കുന്നുണ്ട്, 2 ഫാമിലി സഞ്ചരിക്കുന്നുണ്ട്. ഇൻഫാക്ട് 2 ഫാമിലി സഞ്ചരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ബുള്ളറ്റിനൊപ്പം ഈ ഫാമിലി സഞ്ചരിക്കുന്ന കാറും ഉണ്ടാകും? അല്ല, ഫാമിലി സഞ്ചരിക്കുന്ന ഹസ്ബൻഡും വൈഫും ബുള്ളറ്റിലാണ്. കുട്ടി ഞങ്ങൾക്ക് അക്കമ്പനി ചെയ്യുന്ന കാറിലാണ് വരുന്നത്. ഓക്കെ, കുട്ടികളടക്കം ഇതിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനി രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ എത്തുമ്പോഴൊക്കെയും ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ, അതായത് ഒരു പക്ഷേ പൊതുജനങ്ങൾക്ക് കൂടി അവബോധം നൽകുന്ന രീതിയിൽ ഈ തരത്തിൽ ഈ ഭീകരാക്രമണത്തിനെതിരെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, ശക്തമായൊരു നിലപാട്, ആ നിലപാട് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്ന തരത്തിൽ പൊതുജനങ്ങൾ കൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നമ്മള് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇറങ്ങി പുറപ്പെടുന്നത്. ഞങ്ങൾ ഒരാളോട് പോലും 1 രൂപ പോലും ഞങ്ങൾക്ക് ഈ യാത്രയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ യാതൊരുവിധ സപ്പോർട്ടുകളും ആ നിലയ്ക്ക് ചെയ്തിട്ടില്ല. എല്ലാം നമുക്ക് ഇങ്ങോട്ട് വന്നു ചേർന്ന സപ്പോർട്ടാണ്. എല്ലാവരും ഇതോട് സഹകരിച്ച എല്ലാവരും ആവട്ടെ, കേരളത്തിന്റെ ഗവർണർ
ആകട്ടെ, രാജീവ് ചന്ദ്രശേഖർജി ആവട്ടെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ഇങ്ങോട്ട് ഓഫർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം തീർച്ചയായിട്ടും ഇതിൽ നിഴലിച്ചു നിൽക്കുന്ന ദേശീയതയുടെ ശബ്ദം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ രാജ്യ തലസ്ഥാനത്ത് എത്തുന്ന സമയത്ത് അതിന്റെ ഒരു പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റത് നിങ്ങൾ ഈ LOC വരെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ലഭ്യമായത്? അതിനുള്ള രീതികൾ എങ്ങനെയായിരുന്നു, നടപടികൾ എങ്ങനെയായിരുന്നു? പക്ഷെ അതൊരു ഇൻഫർമേഷൻ കൂടിയാകും ബാക്കിയുള്ളവർക്ക്. നമുക്ക് പെർമിഷൻ വേണ്ടത് ടീറ്റ്വാളിലേക്ക് പോകാനാണ്. കാരണം അത് ലൈൻ ഓഫ് കൺട്രോൾ ആയതുകൊണ്ട് അവിടേക്ക് ഒരു ആർമിയുടെ പെർമിഷൻ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഒക്കെ വേണം. നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക മാറിയ സാഹചര്യത്തിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ അത് ലൈസൻസ് ചെയ്യുന്നുണ്ട് വേറെ നിലയിലൊക്കെ ആയിട്ട്. ബാക്കി എവിടെയും സഞ്ചരിക്കാൻ വേറെ പെർമിഷൻസ് ഒന്നും വേണ്ട. ഭാരതീയന് എല്ലാ സ്ഥലത്തും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഇന്ന് ഭാരതത്തിലുണ്ട്. തീർച്ചയായിട്ടും ആ ലൈൻ ഓഫ് കൺട്രോൾ അവിടെ ആ ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ളൊരു പെർമിഷൻ്റെ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ ഈ ഭീകരാക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ സ്വാഭാവികമായത് സുരക്ഷ കണക്കിലെടുത്ത്, നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഉണ്ടാകുമല്ലോ. പക്ഷേ പോകുന്ന വഴികളിൽ യാത്ര, കാലാവസ്ഥ, പലതരത്തിലുള്ള ആളുകൾ, ഇവരെയൊക്കെയും ആ തരത്തിൽ കൂടി നമ്മുടെ ഒരു ശക്തമായ സന്ദേശം ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്നെ ഈ ബുള്ളറ്റിലുള്ള യാത്ര നൽകുന്ന ഒരു നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അതൊരു ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശക്തിയുള്ളൊരു വാഹനമായിട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ശക്തി അവിടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഈ പോകുന്ന വഴികളിലൊക്കെ പക്ഷേ പലതരത്തിലുള്ള സാഹചര്യങ്ങളാകാം, കാലാവസ്ഥയാകാം, ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുക? നിങ്ങൾ ഈ യാത്ര ത്രൂ ഔട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണോ അതോ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചു കൊണ്ടുള്ള ഇതാണോ? എത്ര ദിവസം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഒരു ദിവസം ഏതാണ്ട് 500ഓളം കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായിട്ട് സാമാന്യ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആരും ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് ഇല്ല. ഒരു എക്സ്പീരിയൻസ്ഡ് റൈഡർ ഉള്ളത് ജോഷിയേട്ടൻ, പിന്നെ ഒരു ദില്ലേക്ക്, അരുൺ, ഇങ്ങനെ 3 പേരെ സത്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദീർഘദൂര റൈഡേഴ്സ് ഉള്ളൂ. ഓൾ ഇന്ത്യ ഒക്കെ ചെയ്തിട്ടുള്ള സുകന്യ ഒക്കെ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാവരും സത്യം പറയുകയാണെങ്കിൽ അമച്വർ റൈഡേഴ്സ് ആണ്, ആരും പ്രൊഫഷണൽസ് അല്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു റൈഡ് പോകുന്ന അത്രയും സ്പീഡിൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും ഗ്യാപ്പ് എടുക്കുന്നുണ്ട്, പിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി നിർത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി രാമാനന്ദൻ, നിങ്ങളുടെ ടീമിനും രാമാനന്ദനും. ഓൺ ടൈം ആണ് ഇതുവരെ, നമ്മൾ ഓൺ ടൈം ആണ്. ഇനിയും ഓൺ ടൈം ആയിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഏതായാലും കൂടുതൽ സമയം നിങ്ങളിൽ നിന്ന് അപഹരിക്കുന്നില്ല. കാരണം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ വലിയ സന്ദേശം അത് ഞങ്ങൾക്കൊക്കെയും കഴിയാത്ത, ഞങ്ങളുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്, ഈ യാത്ര നടത്തുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന് നന്ദി കൂടി ഞങ്ങൾ പറയുകയാണ് ഈ ഘട്ടത്തിൽ. രാമാനന്ദനും ഒപ്പം ടീം മെമ്പേഴ്സ് ഓരോരുത്തർക്കും ഇനി മുന്നോട്ടുള്ള ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ വളരെ സക്സസ്ഫുള്ളായ ഒരു യാത്രയായി LOC വരെ ചെല്ലട്ടെ. നമ്മുടെ ശബ്ദം നമുക്ക് എങ്ങനെയൊക്കെ ഈ ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുമോ, നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ, അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. മുന്നോട്ട് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വളരെ നന്ദി രാമാനന്ദൻ, ഇത്രയും സമയം നൽകിയത്. തീർച്ചയായും. നമ്മളിതിനു മുൻപ് ഈ സംഘത്തിനൊപ്പം ചേരുന്നതിന് മുൻപ് നമ്മുടെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് അല്പം ആശങ്കയുള്ള വാർത്തകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ കുളത്തിൽ വീണ്ടും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നെടുമങ്ങാട് മുഖവൂർ മഹാദേവ ക്ഷേത്രത്തിലെ കുളത്തിലാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. കുളം വൃത്തിയാക്കാതെ നെടുമങ്ങാട് നഗരസഭ ഈ വിവരം നാട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു എന്ന ആക്ഷേപം കൂടിയുണ്ട്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അത് വലിയ ആശങ്കയുണ്ട് ഇത്തരം വാർത്തകളിൽ. കാരണം അത് വൃത്തിയാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും അവിടെ അങ്ങനെ ഒരു സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞാൽ സ്വമേധയായ നാട്ടുകാർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായേനെ. പക്ഷേ നാട്ടുകാരിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഘട്ടം കൂടിയാണ്. എന്താണ് സംഭവിക്കുന്നത്? പിന്നെ 2 കുട്ടികൾക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിന് പിന്നാലെയാണ് നെടുമങ്ങാട് മുഖവൂർ ക്ഷേത്രത്തിലെ മഹാദേവ ക്ഷേത്രത്തിലെ കുളത്തിൽ ഈ ഉപയോഗിക്കാൻ പാടില്ല എന്ന ബോർഡ് നഗരസഭ വയ്ക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തുടർന്ന് വീണ്ടും ആ ഇടത്ത് തന്നെ വീണ്ടും മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ വിവരങ്ങളെല്ലാം ഇപ്പോൾ ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ നഗരസഭയും നെടുമങ്ങാട് നഗരസഭയും മറച്ചു പിടിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ആദ്യം തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വൃത്തിയാക്കി
കൊണ്ടൊരു നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതിയത്. കാരണം സ്വാഭാവികമായിട്ടും ജനങ്ങൾ പരിഭ്രാന്തിയാകും, അവിടേക്ക് പോകാൻ മടിക്കും, ഇത്തരത്തിൽ വെള്ളത്തിൽ കുളിക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ പേടിച്ച് മാറി നിൽക്കുമ്പോൾ അവിടുത്തെ അതിനെ വൃത്തിയാക്കുന്നതടക്കമുള്ള നടപടികളും മാത്രമല്ല അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടത് നഗരസഭയാണ്. എന്നാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികളെല്ലാം ഇപ്പോഴും പരാതിപ്പെടുന്നത്. നിലവിൽ ഈ പറയപ്പെടുന്ന മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായി സ്കൂൾ സ്ഥിതി ചെയ്യുന്നു. തുടർന്ന് സ്കൂൾ തുറക്കുന്ന സമയം കൂടിയാണ്. കുട്ടികളെല്ലാം ഇവിടേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാൻ സാഹചര്യമുണ്ടായാൽ വീണ്ടും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു ഭയമാണ് ഈ പ്രദേശവാസികളെല്ലാം പറയുന്നത്. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയിട്ട് പോലും തുടർ നടപടി എന്ന നിലയിലൊന്നും ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിമർശനമായിട്ട് ഇപ്പോഴും ഉയരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്കിലും അതൊരു അടിയന്തരമായിട്ട് ഇത്തരം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും അടക്കം നടത്തിയില്ലെങ്കിൽ വീണ്ടും അത് വലിയ രീതിയിലൊരു പ്രത്യാഘാതം ഉണ്ടാകും എന്നൊരു ഭയമാണ് ഈ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. കാരണം അവർക്ക് തുടർന്ന് ഇനി എന്ത് സംഭവിക്കാമെന്നൊരു പേടിയുമുണ്ട്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടങ്ങളിലായിട്ട് പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വൃത്തിയില്ലാത്ത ജലത്തിലൂടെയാണ് ഇത് പടരുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ നെടുമങ്ങാട് പ്രദേശത്തും ഇത്തരത്തിൽ 2 കുട്ടികൾക്കും മസ്തിഷ്ക ജ്വരത്തിൻ്റെ ബാധ കണ്ടെത്തുന്നത്, അതിൻ്റെ വിഷം, അതായത് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തുന്നത്. തുടർന്ന് ഈ കുളം നവീകരിക്കുന്നതടക്കമുള്ള നടപടികൾ ചെയ്യുമെന്ന് നഗരസഭ പറഞ്ഞെങ്കിൽ പോലും അതിലേക്ക് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളും ഈ പരിഭ്രാന്തി ആയിക്കൊണ്ട് ഇത്തരത്തിൽ അവരുടെ ഒരു പേടി പങ്കുവയ്ക്കുന്നത്. ശരി പ്രശാന്ത്. വീണ്ടും ഒരു അവധിക്കാലം പിന്നിടുമ്പോൾ മധുരമുള്ള വിശേഷങ്ങളുമായി ശ്രദ്ധേയമാവുകയാണ് ഒരു സംഗീതാവിഷ്കാരം. കുയിൽപ്പാടും കാവിൽ എന്ന ആൽബം ബാല്യത്തിൻ്റെ മനോഹര കാഴ്ച കൊണ്ടാണ് ആസ്വാദകരുടെ ഇഷ്ടം നേടുന്നത്. പിന്നിട്ട അവധിക്കാലം, കളിച്ചും ചിരിച്ചും ആനന്ദിച്ചാർത്ത ബാല്യം, ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുങ്ങിയ സംഗീത ആവിഷ്കാരം വരികൾ കൊണ്ടും ഈണങ്ങൾ കൊണ്ടും ദൃശ്യഭംഗി കൊണ്ടും മനോഹരമാണ്. ഒന്നിച്ചു കളിച്ചും ആടിയും പാടിയും കുട്ടിക്കാലം ആഘോഷമാക്കിയിരുന്ന ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്നു ഈ വരികളും കാഴ്ചകളും. മൊബൈലിലും ഗെയിമുകളിലും ഇന്റർനെറ്റിലും തളച്ച് തിരക്കിലമർന്ന ബാല്യത്തിൽ നിന്നും വേറിട്ട് ഗ്രാമീണ തനിമയുടെ സൗന്ദര്യം തന്നെയാകുന്നു ഒരു മനോഹര കാഴ്ചയും. പാലക്കാട് കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗിയിലൊരുങ്ങിയ സംഗീതാവിഷ്കാരം നിരവധി ആൽബങ്ങളിലൂടെയും ഹ്രസ്വചിത്രങ്ങളിലൂടെയും ശ്രദ്ധേയായ സൂര്യഗായത്രിയാണ് ഒരുക്കിയിരിക്കുന്നത്. ബിനു മാത്യുവിൻ്റെ വരികൾക്ക് സച്ചിൻ ജോസഫാണ് ഈണം പകർന്നത്. ഫെറിബിൽ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജോമോൻ ജോസ് അയർലൻഡാണ് നിർമ്മാണം. റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയരായ കാത്തുകുട്ടി, കേദാർ എന്നിവരാണ് ആലാപനം. നിവിൻ മിറർ, നിവേദ് മിറർ, സഞ്ജന സജിത്ത്, ആമിക്കുട്ടി തുടങ്ങിയവരാണ് കുട്ടിത്താരങ്ങൾ. ന്യൂസ് ഡെസ്ക് ജനം.
ഈ നല്ല ഗാനത്തോടുകൂടി ഇന്നത്തെ പുത്തൻ പുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. അതേസമയം നമുക്കറിയാം കുട്ടികൾ സ്കൂളിലേക്ക് ആവേശത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാഴ്ചകളൊന്നും മിസ്സാക്കരുത്. എല്ലാവരും ജനം ടി വിക്കൊപ്പം തുടരുക. വിവിധ സ്കൂളുകളിൽ നിന്ന് വിവിധ കുട്ടികൾക്കൊപ്പം നല്ല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ്. നമസ്തേ.